ഗാന്ധിയെക്കുറിച്ചുള്ള ചില ആലോചനകൾ PN ഗോപികൃഷ്ണൻ സാറുമായി ബന്ധപ്പെട്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിയെക്കുറിച്ചിട്ടുള്ള ആലോചന എന്ന് പറയുമ്പോൾ ഗാന്ധിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആധുനിക ഇന്ത്യയിൽ. വിശേഷിച്ചും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ കോളിളക്കങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഗാന്ധിയെ മുൻനിർത്തി വീണ്ടും വിചാരം നടത്തുക എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് ആവശ്യമായ ചില ഊർജങ്ങൾ സമ്പാദിക്കൽ കൂടിയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ബക്തിയാർ ദർഗയിലെ ഗാന്ധി എന്നതാണ്. നമുക്കറിയാം ഗാന്ധിയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരു പ്രധാനപ്പെട്ട ഇടം ഡൽഹിയിലെ മെഹ്റോളിയിലെ ബക്തിയാർ കാക്കി അവരുടെ ദർഗയാണ്. ബക്തിയാർ കാക്കി തങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഖാജ മൊയിനുദ്ദീൻ ചിസ്തി, അജ്മീരിലെ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി എന്നിവരുടെ പ്രധാനപ്പെട്ട മുരീദും ശിഷ്യനും കൂടെയാണ് അദ്ദേഹം. ഡൽഹി ആസ്ഥാനമായി അദ്ദേഹം വലിയ പ്രബോധനങ്ങൾ നടത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയുടെ മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂഫി ദർഗകൾ എന്ന് പറയുന്നത് പല അർത്ഥത്തിലും സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളുടെ കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ ഗാന്ധിയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്ര ദൗത്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ചരിത്ര ദൗത്യം എന്ന് പറയുന്നത് വിഭജനാനന്തര ഇന്ത്യയിൽ ഉണ്ടായിത്തീർന്ന പ്രശ്നസങ്കുലമായ ഒരു സാമൂഹിക സാഹചര്യത്തെ റീകൺസൈൽ ചെയ്യാൻ വേണ്ടി, അതിനെ വേറൊരർത്ഥത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഗാന്ധിയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയിലാണ് ആ ഒരു സന്ദർശനം നടക്കുന്നത്. അതിനെ തുടർന്ന് ഗാന്ധി കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗാന്ധിയെക്കുറിച്ചിട്ടുള്ള ഈ ആലോചന നമുക്ക് എത്രത്തോളം ആധുനിക ഇന്ത്യയിൽ ആവശ്യമാണ് എന്ന് സാർ വിശദമായിട്ട് സംസാരിക്കും. തുടർന്ന് നമ്മൾ ഒരു ഡയലോഗ് എന്ന രൂപത്തിൽ നമുക്ക് വിഷയത്തെ കൂടുതൽ കൊണ്ടുപോകാം. വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം SSFൻ്റെ സാഹിത്യോത്സവ് അവാർഡ് എനിക്കായിരുന്നു. ആ കാര്യം ആണ് ഞാൻ ഓർക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ തുടങ്ങി വെച്ചത്. സാധാരണഗതിയിൽ ഗാന്ധി മതപരമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ താൻ ഹിന്ദുവാണ് എന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഹിന്ദുവാണ് എന്ന കാര്യം നിരന്തരമായി പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ധാരണ അനുസരിച്ചിട്ട് ഇപ്പം ഹിന്ദുവാണ് എന്ന് പറയുന്ന ഒരാൾ അവസാനമായി സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ക്ഷേത്രമോ അതുപോലെയുള്ള എന്തെങ്കിലും ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നതാണ്. പക്ഷേ ഗാന്ധി ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിരുന്ന ഗാന്ധി അവസാനമായി സന്ദർശിച്ച, നമ്മുടെ അറിവിൽ അവസാനമായി സന്ദർശിച്ച ഒരു പുണ്യകേന്ദ്രം എന്ന് പറയുന്നത് ഈ ഖാജ ഖുത്ബുദ്ദീൻ ബക്തിയാറിൻ്റെ ഖബർ നിൽക്കുന്ന ആ ദർഗയിലാണ് അവസാനമായിട്ട് പോകുന്നത്. അത് പോകുന്നത് 1948 ജനുവരി 27-നാണ്. 3 ദിവസം കഴിഞ്ഞ് ഗാന്ധി വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഗാന്ധി ബക്തിയാർ ദർഗയിലെത്തി എന്ന് പറയുന്ന ചോദ്യത്തെ അഡ്രസ്സ് ചെയ്താൽ, ആ ചോദ്യത്തെ പിന്തുടർന്നാൽ നമുക്ക് ഇന്ത്യയെ പറ്റിയുള്ള വലിയ ധാരണ കിട്ടും. ഗാന്ധിയുടെ ജീവിതത്തെപ്പറ്റി സാധാരണ പറയപ്പോൾ ഗാന്ധി തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും പൊരുതി എന്ന ബ്രിട്ടീഷുകാരോടാണ്. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ തുടക്കം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലും അദ്ദേഹം നേരിട്ടത് കൊളോണിയൽ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികളെയായിരുന്നു. പക്ഷേ അവസാന 2 കൊല്ലങ്ങളിലെ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഒരു ഹിന്ദു ഫാസിസത്തിൻ്റെ കീഴിൽ നമ്മൾ അമർന്നിരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ഗാന്ധിയേക്കാൾ കൂടുതൽ പരിചയമില്ലാത്തൊരു ഗാന്ധിയെ പറ്റി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്.
ആ പഠനം തുടങ്ങേണ്ടത് 46 മുതൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 46 നവംബർ മുതൽ 48 ജനുവരി 30 ഗാന്ധി മരിച്ചു വീഴുന്നത് വരെയുള്ള കാലമാണ്. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 46 നവംബറൊക്കെ ആകുമ്പോഴേക്കും, ഞാൻ പറഞ്ഞ ഈ കാലഘടന തുടങ്ങുന്ന അവസരമാകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ പോവാണ്, ബാക്കി ഈ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, അത്തരം ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടം കഴിഞ്ഞു ഗാന്ധിയുടെ, ബാക്കി മറ്റ് കാര്യങ്ങളാണ്. പക്ഷെ 46 മുതൽ 48 വരെയുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 47 ആഗസ്റ്റ് 15 ശേഷം, എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗാന്ധി 2 വട്ടം നിരാഹാര സമരം നടത്തുന്നുണ്ട്, 2 പ്രാവശ്യം ഇന്ത്യയിൽ. അപ്പോൾ ഗാന്ധി തന്നെ ഗാന്ധിയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഉന്നതമായ സമരരൂപമാണ് നിരാഹാര സത്യാഗ്രഹം എന്നാണ്. അപ്പോൾ ഈ 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, നമ്മുടെ ഒരു ഗവൺമെൻറ് ഉണ്ടായതിന് ശേഷം ഗാന്ധി ആർക്കെതിരെയാണ് നിരാഹാരം നടത്തിയതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. സെപ്റ്റംബർ 1 മുതൽ 47 സെപ്റ്റംബർ 1 മുതൽ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി 15 ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 1 മുതൽ 4 വരെ 73 മണിക്കൂർ കൽക്കട്ടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1948 ജനുവരിയിൽ 13 മുതൽ 18 വരെ 5 ദിവസം നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഗാന്ധിക്ക് ഏതാണ്ട് 77-78 വയസ്സ് പ്രായമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ പ്രായമായ വാർദ്ധക്യമാണ്. ഇന്നത്തെ 78 വയസ്സല്ല അന്ന്. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 80-81, 80-ന് മുകളിലാണ് ശരാശരി ആയുസ്, ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ നോക്കിയാൽ അറിയാം, പുരുഷൻ്റേത് 31 വയസ്സും സ്ത്രീയുടേത് 34 വയസ്സുമാണ്. എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ആയുർദൈർഘ്യം, അന്നത്തെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് 78 വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 80-81 വയസ്സാണ് ആയുർദൈർഘ്യം, ശരാശരി പുരുഷൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 78 വയസ്സെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഏതാണ്ട് 100 വയസ്സിൻ്റെ ഒരു വാർദ്ധക്യം നമുക്ക് കണക്ക് കൂട്ടാം. മാത്രമല്ല ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിയുടെ ആരോഗ്യനിലയെ കുറിക്കുന്ന ലിസ്റ്റ് കാണാം. BP അതുപോലെയുള്ള നമ്മുടെ മിനിമം കാര്യങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗാന്ധി ഒരു രോഗിയായിരുന്നു ആ സമയത്ത്, അല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് ഈ രോഗിയായ വൃദ്ധനായ ആളാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. ഒന്ന് 3 ദിവസത്തിൽ കൂടുതൽ 73 മണിക്കൂർ, മറ്റത് 5 ദിവസം. അപ്പോൾ ഈ സമരം സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ആർക്കെതിരെയാണ് ഗാന്ധി നിരാഹാരം അനുഷ്ഠിച്ചതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇന്ന് ഹിന്ദു വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന, ഹിന്ദു ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ തരത്തിലുള്ള ഇന്ത്യയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനെ ചെറുത്ത് നിൽക്കാനുള്ള നിരാഹാരമാണ് ഗാന്ധി നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലേക്ക് ഗാന്ധി എത്തുന്നത് എന്ന് പറഞ്ഞാൽ ബക്തിയാർ ദർഗയിലേക്ക് ഗാന്ധി എത്തുന്നത് ആകസ്മികം ആയിട്ടല്ല, മറിച്ച് അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഈ രാഷ്ട്രീയ പശ്ചാത്തലം തുടങ്ങുന്നത് 46 കൽക്കട്ടയിലെ ഡയറക്റ്റ് ആക്ഷൻ ഡേ തൊട്ട്, ജിന്ന പ്രഖ്യാപിച്ച ഡയറക്റ്റ് ആക്ഷൻ ഡേ തൊട്ടാണ്. ഡയറക്റ്റ് ആക്ഷൻ ഡേ ആണ് ജിന്ന പാകിസ്ഥാന് വേണ്ടിയിട്ട്, പാകിസ്ഥാൻ എന്ന ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള സമരം. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് പുറത്തുള്ള സമരം. ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് അന്നത്തെ വൈസ്രോയിയോടും ബ്രിട്ടീഷുകാരോടൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള സമരമായിരുന്നു. 46 ജിന്ന പ്രത്യേകിച്ച് പാകിസ്ഥാൻ വലിയ വാദം ഉന്നയിച്ചുകൊണ്ട് നേർപ്രയോഗ ദിനം പ്രഖ്യാപിക്കുകയാണ്, ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 46 ഓഗസ്റ്റ് 16 അത് തുടങ്ങുന്നത്. സ്വാതന്ത്ര്യത്തിന് 1 കൊല്ലം മുമ്പാണ് ആ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്.
ആ പ്രക്ഷോഭം സ്വാഭാവികമായിട്ട് വലിയ തരത്തിലുള്ള വർഗീയ കലാപത്തിലേക്ക് കൽക്കത്തയെ നയിച്ചു. കൽക്കട്ടയിൽ ഏതാണ്ട് 3 ദിവസം 48 മണിക്കൂറൊക്കെ 2 ദിവസം കൊണ്ട് 10,000 പേര് മരിച്ചുപോയി, 10,000-10,000 പേര് ആശുപത്രിയിലായി, 15,000 പേർക്കെങ്കിലും വസ്തുവകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ 2 ഭാഗത്തുനിന്നും ഹിന്ദു വർഗീയവാദികളും ഈ പറയുന്ന ജിന്നയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ വാദികളും തമ്മിൽ കൽക്കട്ടയുടെ തെരുവിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. ഇത് നവഖലിയിലേക്ക് വ്യാപിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യം ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനുഷ്യർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റുള്ളവരും തീരദേശവാസികളും ആദിവാസികളും ഒക്കെ ചേർന്ന് നിന്ന് സമരം ചെയ്തിട്ട് കിട്ടിയ സ്വാതന്ത്ര്യം ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോൾ ദൂരേക്ക് പോകുന്നത് ഗാന്ധി കാണുകയാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക്ഷേ സഹോദര തുല്യരായിട്ട് കഴിഞ്ഞിരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചൊരിയുന്നൊരു സ്ഥിതി എത്തുമ്പോൾ, ഗാന്ധി അന്ന് സേവാഗ്രാമിലാണ്, അവിടെ നിന്ന് ഗാന്ധി എഴുതുന്നുണ്ട്. അന്ന് ഹരിജൻ എന്ന് പറയുന്ന ഗാന്ധിയുടെ പത്രത്തിൽ ഗാന്ധി ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നാം ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നടുക്കല്ല, പക്ഷെ കരയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്നത് ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ അടുത്തെത്തി ആണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രക്തച്ചൊരിച്ചിലും ഈ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും തുടർന്നാൽ എന്തുണ്ടാവുമെന്ന് ഓർക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക മുഴുവൻ പറയും ഇന്ത്യക്കാർക്ക് കണ്ടില്ലേ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ വലിയ അക്രമം നടക്കുകയാണ്. വലിയ തരത്തിലുള്ള ഹിംസാത്മകമായ വലിയ ആക്രമണങ്ങളിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം ഭരിക്കാനുള്ള ശേഷിയില്ല എന്ന് ലോകം വിധി എഴുതും. ലോകം തന്നെ പറയും, ബ്രിട്ടീഷുകാരോട് പറയും, നിങ്ങൾ പോകരുത്, നിങ്ങൾ പോയാൽ ഈ ഇന്ത്യ പൊട്ടിപ്പൊളിഞ്ഞ് 100,000 കഷ്ണങ്ങളായിട്ട് മാറും. കാരണം നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ പട്ടാളത്തിനെയും മാത്രമേ ഈ മനുഷ്യർക്ക് പേടിയുള്ളൂ. അത് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹം ഉണ്ടാവുന്ന അവരോട് ആവശ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം എന്തിനാണോ പൊരുതിയത്, സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യം നാം തന്നെ ഭരിക്കണം എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നത്തിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന തരത്തിൽ സഹോദര തുല്യരായിട്ടുള്ള മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇത് ഗാന്ധിയെ സേവാഗ്രാമിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല. ഈ പറയുന്ന വലിയ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിട്ട് പോലും ഈ വർഗീയ കലാപം വ്യാപിക്കുകയാണ്. ഗാന്ധി കൽക്കട്ടയിലെത്തുന്നു. കൽക്കട്ടയിൽ അന്ന് സുഹ്രവർദിയാണ് ഭരിക്കുന്നത്. ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹ്രവർദിയെ കാണുന്നു. അവർ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അത്ര സുഖകരമായിരുന്നില്ല. പരസ്പരം മുള്ളുവെച്ച വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നവഖാലിയിലെത്തുന്നു. നവഖാലിയിൽ വെച്ചിട്ടാണ് ഗാന്ധി ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ സഹോദര തുല്യരായിട്ടുള്ള മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നത്. കാരണം ഗാന്ധി നവഖാലിയിലേക്ക് പുറപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാനും പദ്ധതിയൊന്നും ഉണ്ടായിട്ടല്ല പോകുന്നത്. ഇന്ന് മനുഷ്യർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും കലാപം ഉണ്ടാകുമ്പോഴോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ ഇന്ന് നമ്മുടെ നേതാക്കൾ അവിടെ സന്ദർശിച്ചു തിരിച്ചു പോരും. ഗാന്ധി അതിനല്ല പോകുന്നത്. ഗാന്ധി ഇത് തീർക്കും വരെ നവഖലിയിൽ ഞാൻ താമസിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ കയ്യിലൊന്നുമില്ല. മാത്രമല്ല, നമ്മൾ അറിയേണ്ട കാര്യം, ഗാന്ധിക്കൊപ്പം ബ്രിട്ടീഷുകാരോട് പൊരുതാൻ ഒരു നിര നേതാക്കളുണ്ടായിരുന്നു. നെഹ്റു ഉണ്ടായിരുന്നു, പട്ടേൽ ഉണ്ടായിരുന്നു, മൗലാന ആസാദ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിരവധി മനുഷ്യരുണ്ടായിരുന്നു. ഇവിടെ ഈ നവഖലിയിലെത്തുമ്പോൾ ഗാന്ധി ഏകനാണ്. ഗാന്ധിയും കുറേ അറിയപ്പെടാത്ത ആളുകളും മാത്രമാണുള്ളത്. കാരണം ഈ ട്രാൻസ്ഫർ ഓഫ് പവർ നടക്കുകയാണ് ഡൽഹിയിൽ. ഈ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഇരിക്കുകയാണ് നേതാക്കൾ മുഴുവൻ. അപ്പോൾ ഇവിടെ ഗാന്ധി ഒറ്റയ്ക്കാണ്. അവിടെ നിന്നാണ് ഗാന്ധി തൻ്റെ കാൽനട യാത്ര തുടങ്ങുന്നത്. നവഖലിയിൽ 47 ഗ്രാമങ്ങളിലൂടെ ഏതാണ്ട് 110 മൈല് ഗാന്ധി നഗ്നപാതനായിട്ട് സഞ്ചരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ പോയ ആളാണ്. നവഖലിയിൽ ഞാൻ സന്ദർശിച്ച ഒരാളാണ്. ഇപ്പോൾ പോലും ചെരുപ്പ് ഇടാണ്ട് നമുക്ക് 10 അടി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നിറച്ച് തോടുകളും ചെറിയ ചെറിയ കരകളും
ഈ ഒറ്റത്തടി മുളമ്പാലോ ശംഖോ എന്നാണ് അവർ വിളിക്കുക, ആ പാലവും ഒക്കെയുള്ള സ്ഥലമാണ്. ഇപ്പോൾ അത് ബംഗ്ലാദേശിലാണ് നൗഖലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്തരം സ്ഥലത്താണ് ഈ പറയുന്ന 77 വയസ്സുള്ള ആൾ ഈ നഗ്നപാതനായിട്ട് ഇത്രയും 47 ഗ്രാമങ്ങളിലൂടെ 110 മൈൽ നഗ്നപാതനായിട്ട് സഞ്ചരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശ്വര അള്ള തേരേ നാം എന്ന് പറയുന്ന ആ രഘുപതി രാഘവരാചാര്യ, ഇന്നിപ്പം ഇവർ പറയും, RSകാരൊക്കെ പറഞ്ഞുണ്ടാക്കും അത് ഗാന്ധി കൂട്ടി യോജിപ്പിച്ചതാണെന്ന്. അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 47 ജനുവരി 23 ആ ഗാനം ഗാന്ധിയുടെ സംഘം ഇങ്ങനെ പുറപ്പെടുമ്പോൾ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന മനു ഗാന്ധി എന്ന് പറയുന്ന 19 വയസ്സ് ഗാന്ധിയുടെ പേരക്കുട്ടി എന്ന് വിളിക്കാവുന്ന മനു ഗാന്ധി ഈ ഗാനാലപിക്കുകയാണ്. അപ്പോൾ ഗാന്ധി ഈ 3ാമത്തെ വരി കേട്ടപ്പോൾ, ആദ്യത്തെ വരി നിങ്ങൾക്കറിയാം, രഘുപതി രാഘവ രാജാറാം അല്ലേ, പതീത് പാവന് സീതാറാം, അതൊരു ഹിന്ദു ഭജനാണ്. പക്ഷെ 3ാമത്തെ വരി ഗാന്ധി നിന്നു. ഗാന്ധി ഈശ്വര അള്ള തേരേ നാം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി ഒരു നിമിഷം നിന്ന് വീണ്ടും പാടാൻ പറയാണ് മനുവിനോട്. ഗാന്ധി ചോദിച്ചു, നിനക്ക് നീ ഗാനം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയും. അപ്പോൾ മനു പറയും, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ പാടിക്കേട്ടിട്ടുള്ള ഒരു ഭജനാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ദിശയിൽ ഒരു 500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭാഷ മാറും, വേഷം മാറും, ആരാധനാരീതി മാറും, ഭക്ഷണരീതി മാറും അല്ലേ. നമ്മൾ ഒരു 500 കിലോമീറ്റർ അകലെ ചെന്നാൽ, കേരളത്തിൽ എവിടെ ആയിക്കൊള്ളട്ടെ, ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാമ്യത്തേക്കാൾ അധികം വലിയ വ്യത്യാസം തോന്നുന്ന മനുഷ്യരാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഈ മനുഷ്യർ, പലതരത്തിലുള്ള സംസ്കാരമുള്ള മനുഷ്യർ ഒന്നിച്ച് ചേർന്നിട്ട് എത്ര തരം കലർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പല തരത്തിലുള്ള കലർപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൽ ആ കലർപ്പുണ്ടായിട്ടുണ്ട്, വസ്ത്രധാരണത്തിൽ ആ കലർപ്പുണ്ടായിട്ടുണ്ട്, ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കലർപ്പ് കാണാം. അങ്ങനെ പല തരത്തിലുള്ള ഒരു മിശ്രണം നടന്നിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഈശ്വര അള്ള തേരേ നാം എന്ന് പറയുന്ന വരി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ആരും കെട്ടിച്ചമയ്ക്കണ്ട. അത് നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന, അത് ഇപ്പോൾ കേരളത്തിൽ തന്നെ, ഇപ്പം എൻ്റെ അയൽക്കാരെന്ന് പറഞ്ഞാൽ വേറെ മതക്കാരനായിരിക്കും അല്ലേ, വേറെ മതക്കാരനായ എന്താ കുഴപ്പം? ഇപ്പോൾ വലിയ കുഴപ്പമെന്നല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ വലിയ ഗുണമാണ്. എനിക്ക് പെരുന്നാളായാൽ അപ്പുറത്തെ മതിലിൻ്റെ മുകളിൽ കൂടെ ഈ പറഞ്ഞ പോലെ പത്തിരി ഇറച്ചിയും കിട്ടും. ഓണക്കാലമായ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ പായസവും ഈ പപ്പടമൊക്കെ അപ്പുറത്തേക്ക് കൊടുക്കാം അല്ലേ. എത്ര സുന്ദരമായ ജീവിതമാണത്, ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തകർക്കപ്പെടുന്നത്. അപ്പോൾ ഇത് കൽക്കത്തയിലുണ്ടായത് വർഗീയ കലാപമാണ്. എന്ന് പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്ന ഒരാശയം എന്ന് പറഞ്ഞാൽ, എൻ്റെ മതമാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചിരിക്കുന്നു, മറ്റാളുടെ മതമാണ് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പരസ്പരം സംഭാഷണം നടത്താനോ അല്ലെങ്കിൽ പരസ്പരം സൗഹൃദ സംഭാഷണങ്ങളോ കുഴപ്പമില്ല. പക്ഷെ അത് പരസ്പരം കുത്തിക്കൊല്ലാനുള്ള വലിയ ഒരു ഉപാധിയാക്കി മാറ്റുമ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധി പിന്നീട് പെരുമാറാൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴേക്കും ബീഹാറിൽ ഹിന്ദു വർഗീയവാദികൾ ഈ ജിന്ന പാകിസ്ഥാൻ വാദം പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ RSകാർ പറയുന്നത് ഞങ്ങളാണ് അഖണ്ഡ ഭാരതത്തിന് വേണ്ടി നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജിന്നയുടെ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇവർ സസന്തോഷമാണ് കേട്ടുന്നത്. കാരണം മുസ്ലിം രാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോകും, സ്വാഭാവികമായിട്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രം ആയിത്തീരും. ഇതായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ഇവരെ കണക്കുകൂട്ടൽ തെറ്റിച്ചിട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങളോടാണ് ഈ പറയുന്ന തരത്തിൽ രാജ്യസ്നേഹം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത്, ഫാസിസ്റ്റ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ മതന്യൂനപക്ഷം എന്ന് പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമായ അവരാണ് രാജ്യസ്നേഹം തെളിയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരാണ് പാകിസ്ഥാൻ വേണോ ഇന്ത്യ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നത്. അവരുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് ഇന്ത്യയിലെ
ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മതന്യൂനപക്ഷം. എന്ന് പറഞ്ഞാൽ തിരിച്ചാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ രാജ്യസ്നേഹം തെളിയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറയുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇവരുടെ ഹിന്ദുരാഷ്ട്രവാദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം സൃഷ്ടിച്ചത്. അപ്പോൾ ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ മുസ്ലിങ്ങളെ ഈ ഹിന്ദു വംശീയ വാദികൾ ആക്രമിക്കുകയാണ്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വർഗീയ കലാപമല്ല, അത് വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തുള്ള ആൾക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ പറയുന്ന രണ്ട് മതങ്ങളിലെ ഹിംസാത്മകത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിൽ അപ്പുറത്തും ഇപ്പുറത്തും മരിച്ചു വീഴുന്നു, നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് വർഗീയ കലാപം എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റത് വംശഹത്യയാണ്, ജനോസൈഡാണ്. ബീഹാറിൽ ഇന്നും നമ്മൾ ഈ 46-ൽ നടന്നത് ജനോസൈഡാണെന്ന് പറയില്ല, നമ്മളത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ഈ ജനോസൈഡ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഉണ്ടാകുന്നതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 47-ലോ 48-ലോ മാത്രമാണ് UN എന്താണ് വംശഹത്യ എന്നുള്ളത് നിർവചിക്കുന്നത്. അതുകൊണ്ട് ബീഹാറിൽ നടന്ന യഥാർത്ഥത്തിലുള്ള കലാപം എന്ന് പറയുന്നത് ഇത് ജനോസൈഡായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇന്ന് ജനോസൈഡിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇപ്പോൾ ഗുജറാത്തിൽ നമ്മൾ പറയും വംശഹത്യയാണ് നടന്നതെന്ന് പറയും. ഈ ഗുജറാത്തിൽ നടന്നതിൻ്റെ 10 മടങ്ങാണ് യഥാർത്ഥത്തിൽ 46-ലെ ബീഹാറിൽ നടന്നത്. ബീഹാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വംശഹത്യ നടന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമായി മനസ്സിലാക്കണം. ഇപ്പോൾ കൽക്കട്ട കലാപം ഉണ്ടായിട്ടുണ്ട്, നവഖലി കലാപം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീഹാറിൽ ഉണ്ടാവുന്നത് ഈ വംശഹത്യയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് ബീഹാറിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു അരക്ഷിതത്വം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പാകിസ്ഥാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരവിടേക്ക് പോകും. അപ്പോൾ എന്തായിട്ട് തീരും? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് തീരും. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ എവിടെ നടന്നത്? ബീഹാറിൽ നടന്നത്. ഇവിടെ ഗാന്ധിയുടെ ഒരു വലിയ ഇടപെടലാണ് അത് അവസാനിപ്പിക്കുന്നത്. ഗാന്ധി ആ സമയത്ത് ഈ നവഖലി പോകുമ്പോൾ അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോകുമ്പോൾ ഗാന്ധിയുടെ ഉള്ളിലുണ്ടായിരുന്ന, ഗാന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഹിന്ദുവും മുസൽമാനും സഹോദര തുല്യരാണെന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഉണ്ടായത്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനം തൊട്ട് ഗാന്ധിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റം കിട്ടുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മതേതര പ്രസ്ഥാനമായിട്ട് തീരുന്നത്. അതോട് കൂടിയിട്ടാണ് വലിയ തരത്തിൽ ഇന്ത്യ മുഴുവൻ തിളച്ചു മറിയുന്ന സ്വാതന്ത്ര്യ സമരം മാർഗങ്ങൾ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ആ സമയത്ത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധിക്ക് വളരെ പ്രധാനപ്പെട്ട ഈ സഹോദര തുല്യരാണെന്ന് പറയുന്ന വിശ്വാസം എന്നും ഉണ്ടായിരുന്നു. ആ വിശ്വാസം വെച്ചിട്ടാണ് കൽക്കട്ടയിൽ പോകുന്നത്, ആ വിശ്വാസം വെച്ചിട്ടാണ് നവഖലി പോകുന്നത്. പക്ഷെ ബീഹാറിൽ ചെല്ലുമ്പോൾ ഗാന്ധി കുറേം കൂടി ആ വിശ്വാസത്തിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പാറ്റ്നയിൽ ബാങ്കിപ്പൂർ മൈതാനത്തിൽ ഗാന്ധി നടത്തിയ പ്രസംഗമുണ്ട്. അതിൽ പറയുന്നത് ഹിന്ദുവും മുസ്ലിമും സഹോദര തുല്യരാണെന്നല്ല പറയേണ്ടത്, ഹിന്ദുവും മുസ്ലിങ്ങളും സഹോദരരാണ്. അവിടേക്ക് എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരരെ പോലെ എന്നതിൽ നിന്ന് സഹോദരരാണ് എന്ന് എവിടെ ഉറപ്പിക്കുന്നുണ്ട്? ബീഹാറിൽ വെച്ചിട്ട് ഉറപ്പിക്കുന്നുണ്ട്. ബീഹാറിൽ ഗാന്ധിയുടെ ആ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വംശീയവാദികളുടെ ആദ്യത്തെ ശ്രമം, ഈ പറയുന്ന ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടത് അവിടെയാണ്. ഗാന്ധിയുടെയും കൂടെ അന്ന് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും ഉണ്ട്, അതിർത്തി ഗാന്ധി എന്ന് പറയുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഉണ്ട്. അങ്ങനെ ബീഹാറിലെ കലാപത്തിനെ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബീഹാറിലെ വംശഹത്യയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തടഞ്ഞു നിർത്താനും സഹായിച്ചു. മാത്രമല്ല ഈ സാധാരണ ഈ പറയുന്ന ഫാസിസ്റ്റുകളുടെ പടയാളികളായിട്ടൊക്കെ തീരുക എന്ന് പറയുന്നത്, ഏതുതരം ഫാസിസ്റ്റിൻ്റെയും മുന്നണി പടയാളികളായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ പാവം മനുഷ്യരാണ്. അവർ വികാരോത്തേജനം കൊണ്ട് എടുത്തു ചാടുന്നവരാണ്. ഈ പറയുന്ന അക്രമങ്ങൾ ചെയ്യുന്നതും അക്രമങ്ങൾക്ക് ഇരയാവുന്നതും. ബീഹാറിൽ ഗാന്ധിയുടെ ഒരു വലിയ ഒരു പര്യടനം കഴിഞ്ഞ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഗാന്ധിക്ക് കിട്ടിയ പശ്ചാത്താപ കത്തുകളാണ്. ഒരുപാട് മനുഷ്യരുടെ പശ്ചാത്താപ കത്തുകൾ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഒരു പ്രത്യേക സമയത്ത് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ പലതും ചെയ്തു,
പല ഉപദ്രവങ്ങളും ചെയ്തു. അതിനൊക്കെ ഞാൻ മുന്നിൽ നിന്ന് അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ. അപ്പോൾ ഗാന്ധി പറയുന്നത്, നിങ്ങൾ എന്നോട് പശ്ചാത്താപം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അവരെ കൊണ്ട് ഏത് ഗ്രാമത്തിൽ നിന്നാണോ നിങ്ങൾ അവരെ ആട്ടി ഓടിച്ചത്, ഏത് വീട്ടിൽ നിന്നാണോ ആട്ടി ഓടിച്ചത്, അവിടെ നിങ്ങൾ കൊണ്ട് അവരെ വരവേറ്റ് അവരെ അവിടെ കൊണ്ട് വീണ്ടും റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നടപ്പിലാക്കുന്നത്. അത് ഒരു പരിധി വരെ നടപ്പാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയുടെ അത്രയും വലിപ്പമുള്ള സൽകൃത്യത്തിലേക്ക് മനുഷ്യരെ മാറ്റുകയാണ്. അത് ചെറിയ കാര്യമല്ല. അത് വലിയ ആന്തരികമായ ബലമുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഗാന്ധി നടപ്പിലാക്കിയത്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഇവരുടെ ആദ്യത്തെ ഈ ജനോസൈഡ് ഇന്ത്യയിൽ ആദ്യത്തെ ജനോസൈഡ് നടത്തുമ്പോൾ ഈ ഹിന്ദു വംശീയവാദികൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഹിന്ദുരാഷ്ട്ര സംവിധാനം എന്ന് പറയുന്ന സ്വപ്നത്തിനെ അവിടെ വെച്ച് തന്നെ പൊലിപ്പിച്ച് കളയാണ്. അത് ആണ് ഗാന്ധിയെ ഈ നേർക്കുനേർ ശത്രുവായിട്ട് കാണാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. ഇതാണ് ഡൽഹിയിലും തുടരുന്നത്. ഡൽഹിയിൽ ഗാന്ധി തിരിച്ചു വരുമ്പോൾ ഗാന്ധി ബീഹാറിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കല്ല വരുന്നത്, വീണ്ടും കൽക്കത്തയിൽ പോകുന്നു. വീണ്ടും കൽക്കത്തയിൽ പോകുമ്പോഴേക്കും ആഗസ്റ്റ് 15 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി. സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഗാന്ധി ഡൽഹിയിലില്ല. എന്ന് പറഞ്ഞാൽ സമരനായകൻ എവിടെയാണോ പതാക ഉയർത്തുന്നത് അവിടെ ഇല്ല. ഗാന്ധി ബഹുദൂരം അകലെ കൊൽക്കത്തയിലാണ്. കാരണം കൊൽക്കത്തയാണ് അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ എപ്പിസെൻ്ററായിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ വേണം. അവിടെയാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പതാക ഉയരുമ്പോൾ, സ്വാതന്ത്ര്യ പതാക ഉയരുമ്പോൾ പടനായകൻ, സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ നയിച്ച പടനായകൻ ആ പ്രദേശത്തൊന്നുമില്ല. മറിച്ച് അത് കൽക്കട്ടയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അവിടെ നിൽക്കുക മാത്രമല്ല, സുഹ്രവർദിക്ക് ഗാന്ധിയുമായിട്ടുള്ള സഹവാസം കൊണ്ട് ഇവർ രണ്ടുപേരും രണ്ട് അഭിപ്രായക്കാരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം കൽക്കത്തയിൽ വണ്ടി ഇറങ്ങുമ്പോൾ. പക്ഷേ പരസ്പരമുള്ള സഹവർത്തിത്വം കൊണ്ട് അവർ രണ്ടുപേരും വലിയ തരത്തിൽ അവർ തമ്മിലൊരു വലിയ ഐക്യം രൂപപ്പെടുകയാണ്. ഈ ഐക്യം രൂപപ്പെടുമ്പോഴാണ് വിഭജനം നടക്കുന്നത്. വിഭജനം നടക്കുമ്പോൾ സുഹ്രവർദി സ്വാഭാവികമായിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ഗാന്ധി പറയും, നമ്മൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഞാൻ ധരിക്കുന്നത്, ഞാൻ അർദ്ധനഗ്ന രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. നിങ്ങൾ വലിയ മുഴുവൻ സൂട്ടും കോട്ടൊക്കെ ഇടുന്ന ആളാണ് സുഹ്രവർദി. അങ്ങനെയാണ്. ഞാൻ സസ്യാഹാരിയാണ്, നിങ്ങൾ മാംസാഹാരിയാണ്. ഇന്ന് മുതൽ ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ ഞാൻ ഇന്ത്യക്കാരനായി, നിങ്ങൾ പാകിസ്ഥാൻകാരനായി. പക്ഷേ നമ്മൾ രണ്ടുപേരും പിരിയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്ത് കാണിക്കണം. ഒരു കൂരയ്ക്ക് കീഴിൽ ഇത്രയും വ്യത്യാസമുള്ള മനുഷ്യർക്ക് ഇന്ത്യയിൽ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് നമുക്ക് തെളിയിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് ബലിയാഘട്ടയിലെ ഹൈദരി മൻസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ ആളുകൾ പരസ്പരം അവിടെ തെരുവിൽ തല്ലുന്നവർ കാണുന്നത് രണ്ട് മനുഷ്യർ, ഒരാൾ ഹിന്ദു, ഒരാൾ മുസ്ലിം, ഒരാൾ പാകിസ്ഥാനിൽ പോകാതിരിക്കുന്ന ആൾ, ഒരാൾ ഇന്ത്യക്കാരൻ നിശ്ചയിച്ച ആൾ, ഒരാൾ സസ്യാഹാരി, ഒരാൾ മാംസാഹാരി. അങ്ങനെ പലതരത്തിൽ, ഒരാളുടെ ഭാഷ വേറെ, മറ്റാളുടെ മാതൃഭാഷ, ഒരു പ്രശ്നമില്ലാണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇത് കാണിക്കുകയാണ്, അവർ പ്രാക്ടീസ് ചെയ്യാണ്. ഇത് ഈ വിഭജനം കഴിഞ്ഞപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ മുന്നിൽ ഒരു ലൈവ് എക്സാമ്പിളായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണുന്ന ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വംശീയവാദികൾക്ക് വലിയ തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ അത് ഉണർത്തിവിട്ടു. ആഗസ്റ്റ് 15 യാതൊരു തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൽക്കട്ടയിൽ വലിയ വർഗീയ കലാപം തുടങ്ങി വയ്ക്കുന്നതാണ് വിചാരിച്ചത് ഈ പറയുന്ന സംഘർഷഭൂമിയിൽ. പക്ഷേ ഇവരുടെ ഈ പറയുന്ന പ്രവൃത്തി, നിങ്ങൾക്കത് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ തെളിവുണ്ട്. അതായത് പടിഞ്ഞാറൻ അതിർത്തി മുഴുവൻ രക്തക്കളായി.
അതായത് പഞ്ചാബ് പ്രദേശത്ത്. മൗണ്ട് ബാറ്റൺ അന്ന് കത്തെഴുതുന്നുണ്ട് ഗാന്ധിക്ക്, എനിക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ 55,000 പട്ടാളക്കാരുണ്ടായിരുന്നു. ആ 55,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത് കിഴക്കൻ അതിർത്തിയിൽ എൻ്റെ ഒരേ ഒരു പട്ടാളക്കാരൻ താങ്കൾ ചെയ്തു. താങ്കളെ ഞാൻ നമിക്കുന്നു. താങ്കളുടെ സെക്കൻഡ് ലഫ്റ്റനൻ്റായ സുഹ്റവർദിയെയും എന്ന് പറയുന്ന കത്ത് അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ഗാന്ധി മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വലിയ തരത്തിലുള്ള ഒരു പരസ്പര ഐക്യത്തിൻ്റേതായിട്ടുള്ള ഒരു മാതൃക മുന്നിൽ കാണിച്ചത് തീർച്ചയായിട്ടും ഹിന്ദു വംശീയവാദികളുടെ കണ്ണിൽ കൂടുതൽ കരടായിട്ട് തീരുകയാണ് ഗാന്ധി. കാരണം ബീഹാറിൽ അവർ തുടങ്ങി വെച്ച കാര്യത്തെ ഈ പറയുന്ന ഒറ്റയാൾ പട്ടാളം തടുത്തു നിർത്തി. രണ്ടാമത് കൽക്കട്ടയിലാണ് അവർ നോക്കി വെച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. കാരണം അവിടെയാണത് ഈ വിളയിക്കാൻ പറ്റിയൊരു സ്ഥലം ആയിരുന്നത്. അവിടെയും ഇദ്ദേഹം തടസ്സം നിർത്തുന്നു. പക്ഷേ 15 കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ആക്രമിക്കാൻ ഈ വീട് തന്നെ ആക്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൈദരി മെൻസിൽ സുഹ്റവർദിയും ഗാന്ധിയും താമസിക്കുന്ന വീട് ആഗസ്റ്റ് 30-ന് 47 ആഗസ്റ്റ് 30-ന് എന്ന് പറഞ്ഞാൽ 15-ന് സ്വാതന്ത്ര്യം കിട്ടി 10-15 ദിവസം കഴിയുമ്പോഴേക്കും രാത്രി ആക്രമിക്കുന്നുണ്ട്. അത് പ്യാരേലാൽ എന്ന് പറയുന്ന ഗാന്ധിയുടെ സെക്രട്ടറിയുടെ ഈ ദിവസവും അദ്ദേഹം എഴുതി വയ്ക്കും. ഗാന്ധിയുടെ ഓരോ ദിവസത്തെയും കുറിപ്പുകൾ എഴുതി വയ്ക്കും. അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം. ലാസ്റ്റ് ഫേസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പ്യാരേലാലിൻ്റെ ആ 10th വോളിയം വായിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. രാത്രി 10 മണിക്കാണ് വരുന്നത്. സുഹ്റവർദി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. സുഹ്റവർദി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗാന്ധിയോ സുഹ്റവർദിയോ ഒക്കെ അന്ന് തന്നെ വധിക്കപ്പെടുമായിരുന്നു. സുഹ്റവർദി അന്ന് കൽക്കട്ടയിൽ ഏതോ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായില്ല. രാത്രി 10 മണിക്കാണ് ഇവർ ഈ അക്രമകാരികൾ കയറി വരുന്നത്. മനു ആണ് ഗാന്ധി ഉറങ്ങാൻ പോയിരുന്നു. ഗാന്ധിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9-9:30 ആകുമ്പോൾ ഉറങ്ങാൻ പോവും. രാവിലെ 2 മണി 2:30 നേരത്ത് 3 മണിക്ക് മുമ്പ് എന്തായാലും എണീക്കുന്ന ഒരു രീതിയാണ് അന്നത്തെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ പോയിരുന്നു. വലിയ ബഹളം കേട്ട് അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ പറയുന്ന മനുവും ആഭയൊക്കെ പോലെയുള്ള ഗാന്ധിയുടെ പേരക്കുട്ടികൾ എന്ന് വിളിക്കാവുന്ന ഇവർ ഈ വലിയ അക്രമി സംഘത്തെ തടയാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഗാന്ധി എണീറ്റ് വരുന്നത്. ഗാന്ധി അവരുടെ മുന്നിൽ നേരെ വന്നെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വൃദ്ധനെയാണോ വേണ്ടത്? ഇതാ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ എന്ന് പറയുന്ന ഒരു തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആത്മീയ ധൈര്യം, ധാർമ്മിക ധൈര്യം കാണിക്കുകയാണ്. വൃദ്ധനാണ് അല്ലേ? ഈ പറയുന്ന ഈ അക്രമകാരികളുടെ ഒരാളുടെ പോലും ഒരു കൈക്ക് ഒന്ന് ഊതിയാൽ പോലും മരിക്കുന്ന തരത്തിലുള്ള മനുഷ്യനാണ് ഈ ധാർമ്മിക ധൈര്യം കാണിച്ചത്. അവർ മടങ്ങിപ്പോയി. പക്ഷെ മടങ്ങിപ്പോകുന്നതിനിടയിൽ ഒരു ഇഷ്ടിക എടുത്ത് എറിയുന്നുണ്ട്, ഇങ്ങനെ ഗാന്ധിയുടെ നേർക്ക് എറിയുന്നുണ്ട്. പ്യാരേലാൽ എഴുതുന്നുണ്ട്, ഏതാനും ഇഞ്ചുകൾക്കപ്പുറത്തേക്ക് തൊട്ടില്ല എന്നുള്ള മട്ടിലാണ് ഈ ഇഷ്ടിക പോകുന്നത്. അതെങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ ആ നിമിഷം മരിച്ചേനെന്നാണ് ഗാന്ധി മരിച്ചേനെന്നാണ് പറയുന്നത്. ഒരാൾ ലാത്തി മരക്കഷ്ണം വെച്ച് എറിയുന്നുണ്ട്. അതും ഭാഗ്യത്തിന് കൊള്ളാതെ പോകുന്നുണ്ട്. ആ പോക്കിന് അത് അവിടെ അവസാനിച്ചില്ല. ഇതേ സംഘം ഈ ഗാന്ധി ഈ താമസിച്ചിരുന്ന ഹൈദരി മൻസിൽ എന്ന് പറയുന്ന കെട്ടിടത്തിന്, ആ കെട്ടിടമൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും കൽക്കട്ട പോവുകയാണെങ്കിൽ കാണണം. ബലിയാഘട്ടിയിൽ ഇപ്പോഴും അതൊരു ഗാന്ധി മ്യൂസിയമായിട്ട് മാറിയിട്ടുണ്ട്. മ്യൂസിയം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ മ്യൂസിയത്തിലേക്കുള്ള പരിണാമത്തിലാണ്. മ്യൂസിയം ഇപ്പോൾ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം അങ്ങനെ ഒരു ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ 2 വളപ്പപ്പുറം പോയിട്ട് 2 മുസ്ലിം സാധാരണ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ കൊന്നിട്ടാണ് അവർ പോകുന്നത്. ഗാന്ധി ഇതറിഞ്ഞിട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. ഗാന്ധി ഇതറിഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ ഈ 2 കൺസ്ട്രക്ഷൻ ബീഹാറിൽ നിന്ന് എങ്ങാണ്ട് ഓടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മളിന്ന് പറയുന്ന പോലെ ബംഗാളിൽ എത്തിയിട്ടുള്ളതാണ്. പട്ടിണി കോലങ്ങളാണ്. അവർക്ക് വസ്ത്രമൊക്കെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് അവർക്കുള്ളത്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 മനുഷ്യർ മരിച്ച് കിടക്കുന്ന കണ്ട് ഗാന്ധി കുറേ നേരം നോക്കി നിൽക്കും. അപ്പോൾ ഈ 2 തുറുകണ്ണുകൾ ഇങ്ങനെ തുറിച്ച് മനുഷ്യർ കിടക്കുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ജീവിക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ കിടക്കുന്നത്. ഒരു നിമിഷം ഈ പറയുന്ന തരത്തിലുള്ള ഈ വർഗീയത എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതഫാസിസം എന്ന് പറയുന്ന ഒരാശയം, മതരാഷ്ട്രവാദം കൊന്നുകളഞ്ഞതെന്ന് ഗാന്ധി ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ ഈ കോന്തല നോക്കുമ്പോൾ 25 പൈസ കെട്ടിവെച്ചിട്ടുണ്ട്.
ഒരാളുടെ ഈ മുണ്ടിൻ്റെ കോന്തലയിൽ ഒരു 25 പൈസ. ഗാന്ധി പറയുന്നുണ്ട് ആ സമയത്ത് അത് 25 പൈസ, 4 അണയല്ല അത് അവൻ്റെ ബാങ്കാണ്. കാരണം അവൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസയാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഗാന്ധിക്ക് മനസ്സിലാവുന്നത്, ഇനി എൻ്റെ സമരമുറ മാറ്റേണ്ടിയിരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ സമരമുറയായ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. ആ ആഗസ്റ്റ് 30 അവിടെ നിന്നാണ് ഗാന്ധി തീരുമാനിക്കുന്നത്, ഞാൻ നിരാഹാരം ഇരിക്കാൻ പോകുന്നു. അങ്ങനെയാണ് 73 മണിക്കൂർ കൽക്കട്ടയിൽ ഈ പറയുന്ന ഹൈദരി മൻസിലിൽ ഗാന്ധി നിരാഹാരം ഇരിക്കുന്നത്. ആ ഒരു നിരാഹാരമാണ് ഈ വർഗീയവാദികളുടെ വായിൽ നിന്ന് ഇന്ത്യയെ വലിച്ചെടുത്തത്. ആ വ്യാഘ്രസമാനമായ വായിൽ നിന്ന് ഇന്ത്യയെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് രക്ഷിച്ച നിരാഹാരം എന്ന് പറഞ്ഞ് 73 മണിക്കൂർ നിരാഹാരമാണ്. ആ നിരാഹാരത്തോടു കൂടി ഈ പറയുന്ന മാതിരി ഹിന്ദു വർഗീയവാദികൾക്ക്, ഹിന്ദു വംശീയവാദികൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതായി. അത്ര തരത്തിൽ ആളുകളെ ധാർമ്മിക ശക്തി ഉണർത്തി. അവിടെ ഹിന്ദുവും മുസൽമാനും എന്നത് പോയി അത് പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യരായിട്ട്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉള്ള, സ്നേഹത്തിൻ്റെ പ്രകടനം നിറഞ്ഞ ഒരിടമാണ് മതം എന്നുള്ള ഇടത്തേക്ക് ഹിന്ദു എത്തുന്നു, മുസൽമാൻ എത്തുന്നു, സിഖ് എത്തുന്നു. സിഖുകാരും ഉണ്ടായിരുന്നു അവിടെ. പഞ്ചാബിൽ നിന്നുള്ള സിഖുകാരും കൂടിയിട്ട് ഈ ഹിന്ദു വർഗീയവാദികൾക്കൊപ്പം വന്ന് കൂടുന്നുണ്ട്. അവരുടെ ഒരു തരത്തിലുള്ള സഖ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരും മാറുന്നു. ഇങ്ങനെ എല്ലാവരും മാറിയിട്ട് ഒരർത്ഥത്തിൽ ഹിന്ദു വംശീയവാദികൾക്ക് വലിയ തരത്തിൽ രണ്ടാമത്തെ പ്രാവശ്യവും ഗാന്ധിയോട് ശത്രുത ഇരട്ടിച്ചു. മൂന്നാമത്തെ ഇരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഗാന്ധി നേരെ വരുന്ന ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ സ്ഥിതി കുറേയും കൂടി രൂക്ഷമായിരുന്നു. ഗാന്ധി ഇറങ്ങുന്ന വഴിക്ക് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിയത് മൃതനഗരത്തിലാണെന്നാണ് പറയുന്നത്. സിറ്റി ഓഫ് ഡെഡ് എന്നാണ് ഗാന്ധി ഡൽഹിയെ വിളിക്കുന്നത്. കാരണം ഡൽഹിയിൽ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ, പഞ്ചാബിൻ്റെ അതിർത്തിയിൽ ഗാന്ധിയെപ്പോലെ ഒരാളുണ്ടായിരുന്നില്ല. ഗാന്ധിയെപ്പോലെ ഒരാൾ അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ വലിയ രക്തച്ചൊരിച്ചിൽ നടന്നു. രണ്ട് ഭാഗത്തെ ആളുകൾക്കും വലിയ തരത്തിൽ മരിച്ചുപോയി. വലിയ തരത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. റേപ്പ് പോലെയുള്ള വലിയ തരത്തിലുള്ള മനുഷ്യൻ്റെ അഭിമാനത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡൽഹി, ഈ പറയുന്ന പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഈ ഹിന്ദുക്കളും സിഖുകാരും ഡൽഹിയിലെത്തുന്നത് അഭയാർത്ഥികളായിട്ട്. അവർ കറാച്ചിയിലും ലാഹോറിലൊക്കെ താമസിച്ചിരുന്നവരാണ്. അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിലേക്ക് പോരേണ്ടി വന്നു വിഭജനം ഉണ്ടായപ്പോൾ. അപ്പോൾ ഇവർ മുഴുവൻ എത്തുന്ന ഡൽഹിയിലാണ്. ഡൽഹിയിലെ 4/1 എന്ന് പറയുന്ന ഈ അഭയാർത്ഥികളായി. അപ്പോൾ ഈ അഭയാർത്ഥികൾ ഇവിടേക്ക് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് പല കഷ്ടനഷ്ടങ്ങളും സഹിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു, നമുക്ക് അയൽക്കാരുണ്ട്, നമുക്ക് സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഒരു ദിവസം കട പുഴക്കി എറിയാണ്. അത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, അത് ചരിത്രം ഇങ്ങനെ കട പുഴക്കി വലിച്ചെറിയാണ്. അപ്പോൾ ആ മനുഷ്യർ വലിയ അസ്വസ്ഥത കഴിയുന്നവരായിരിക്കും. ആ അസ്വസ്ഥത മുതലെടുക്കാനാണ് ആര് തീരുമാനിച്ചത്? ഹിന്ദു വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ തീരുമാനിച്ച് ഇവരെ മുന്നിൽ നിർത്തിയിട്ട് ഡൽഹി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം അവർ ഓടി വരുന്നവരാണ്, അവർ അസ്വസ്ഥരാണ്. അവർ ഓടി വരുമ്പോൾ ഡൽഹിയിലൊരു ഗവൺമെൻറ് രൂപപ്പെടുന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടൊരു ഗവൺമെൻറ് രൂപപ്പെടുന്നുള്ളൂ. അത് തെരഞ്ഞെടുപ്പിൽ കൂടെ വന്ന ഗവൺമെൻറ് അല്ല, അത് സർവകക്ഷി ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പൊക്കെ 51-52 ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ഒരിടക്കാല മന്ത്രിസഭയാണ്. നെഹ്റു പ്രധാനമന്ത്രിയാണ്, സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയാണ്. അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. SC/ST കോൺഫെഡറേഷനെ പ്രതിനിധീകരിച്ച് അംബേദ്കർ മന്ത്രിസഭയിലുണ്ട്, നിയമമന്ത്രിയാണ്. പാന്തിക് പാർട്ടി എന്ന് പറഞ്ഞ സിഖുകാരെ പാർട്ടിനെ പ്രതിനിധീകരിച്ച് ബൽദേവ് സിംഗ് ആ മന്ത്രിസഭയിലുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച് ശ്യാമപ്രസാദ് മുഖർജി ആ മന്ത്രിസഭയിലുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷിയിലും പെട്ടിട്ടുള്ള ആളുകൾ ആണ് മന്ത്രിസഭയിലുള്ളത്. എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടൊരു ഒത്തൊരുമയില്ലാത്തൊരു സംവിധാനമായിരിക്കും. മാത്രമല്ല, വിഭജനം കഴിഞ്ഞോടുകൂടി ഈ സിസ്റ്റം മുഴുവൻ, ഈ പറയുന്ന സംവിധാനം മുഴുവൻ തകർന്നിരുന്നു. കാരണം ഇപ്പം പോലീസ് സേനയിലെ കുറേ പേര് പാകിസ്ഥാനിൽ പോകുന്നു, കുറേ പേര് അവിടുന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഷിഫ്റ്റിങ്, അങ്ങനെ വലിയ തരത്തിലുള്ള ഒരർത്ഥത്തിൽ
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രമമില്ലായ്മ നിലനിന്നിരുന്നു. ഈ ക്രമമില്ലായ്മ, ഈ അരാജകത്വം നിലനിൽക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഫാസിസ്റ്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ പാവപ്പെട്ട ഈ അഭയാർത്ഥികളോട് ഇവർ പറഞ്ഞു, ഫാസിസ്റ്റുകൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരെ വീടുകൾ മുഴുവൻ കൈയടക്കാൻ പറഞ്ഞു. നിങ്ങൾ കയറി പാർത്തോ, കാരണം നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരാ? അവിടുത്തെ മുസ്ലിംസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിംസിനെ ഉപദ്രവിക്കുക. ഇതാണല്ലോ നമ്മുടെ ഒരു സാധാരണ ലോജിക്ക്. അവിടെ എവിടെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ച വേറൊരാളെ ചെന്നിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരർത്ഥത്തിൽ ഏറ്റവും അസംബന്ധം എന്ന് വിളിക്കാവുന്ന, ഏറ്റവും ചിലവാകുന്ന ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ മുഴുവൻ മുസ്ലിങ്ങളുടെ വീടുകളിൽ ബലം പ്രയോഗിച്ച് കയറ്റിയിരുത്തുകയാണ്. എവിടെ? ഡൽഹിയിലെ അവിടെ താമസിക്കാൻ നിശ്ചയിച്ച, അല്ലെങ്കിൽ അവിടെ തന്നെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന മുസ്ലിങ്ങളെ അവരുടെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട് അവരെ ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന ഈ അഭയാർത്ഥികളെ ബലാത്കാരമായിട്ട് പാർപ്പിക്കുകയാണ്. ആര്? ഈ ഹിന്ദു വംശീയവാദികൾ. പള്ളികൾ മുഴുവൻ കൈയടക്കുകയാണ്. അങ്ങനെ കൈയടക്കിയ ഒരു ദർഗയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ മെഹ്റോളിയിലെ ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബർ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നു. ഈ ഖബറിൽ പോയ ഒരാളാണ്. അപ്പം പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ആ ഖബറിസ്ഥാനൊക്കെ കേടുപാടുകൾ വരുത്തിയിരുന്നു, ഇവർ കയറി താമസിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്ന എന്താ? മുസ്ലിങ്ങൾ ഇപ്പം നേരിട്ട് ഈ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, സ്വന്തം ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്താകുന്നു, സ്വന്തം കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എന്ത് ചെയ്യും? നമുക്ക് വേറെ സ്ഥലമുണ്ട് പോവാൻ, അല്ലേ? പാകിസ്ഥാൻ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോവാലോ. അപ്പോൾ അവർ അങ്ങോട്ട് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം നടത്താമെന്നാണ് ഇവർ വിചാരിച്ചത്. അതും ഗാന്ധി പൊളിച്ചു. ഗാന്ധി ജനുവരി 13 48 ജനുവരി 13 നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. നിരാഹാരം 5 ദിവസമാണ്. ആദ്യത്തെ ദിവസം അഭയാർത്ഥികൾ മാർത്താ ഹെയ്ത്തോ മാർനേതോ എന്ന് മുദ്രാവാക്യം വിളിച്ചു. ചാവാൻ വിചാരിച്ചവരൊക്കെ ചത്തുപോട്ടെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചു. ഗൂൻസെ ബദലേക്ക് ഗൂൻസെ എന്ന് വിളിച്ചു. രക്തത്തിന് പകരം രക്തമാണെന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഗാന്ധിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അന്ന് നെഹ്റു ഒരു ദിവസം ഗാന്ധിയെ സന്ദർശിക്കാൻ വരുമ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നെഹ്റുവിനെ സഹിക്കാതെ കാറ് തുറന്നിട്ട് പുറത്ത് കടന്നിട്ട് ഈ പ്രകടനക്കാരെ ആട്ടി ഓടിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സങ്കല്പിക്കാം, ഇന്നങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ ഉണ്ടാവില്ല. പക്ഷെ പലയിടത്തും അന്ന് ഡൽഹിയിലെ പലയിടത്തും ഈ ഹിന്ദു വംശീയവാദികൾ അക്രമം നടത്തുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റു നടുക്ക് വന്ന് നിന്നിട്ടുണ്ട്. അത് അവരെ ആട്ടി ഓടിക്കാനായിട്ട് മുന്നിൽ വന്ന് അടുത്ത പോലീസുകാരൻ്റെ ലാത്തി മേടിച്ചിട്ട് അടിക്കുന്ന ഒരു രംഗമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം കാത്തു സൂക്ഷിക്കുന്ന, അത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടാണെന്ന് തിരിച്ചറിഞ്ഞ വലിയ നേതാക്കളുണ്ടായിരുന്നു. ഈ വലിയ നേതാക്കളും നേരത്തെ പറഞ്ഞ ഇന്ത്യ ഞങ്ങളുടെ ഈ സ്ഥലം വിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് നിശ്ചയിച്ച ന്യൂനപക്ഷങ്ങളും ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മതേതരത്വത്തെ ആ സമയത്ത് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഗാന്ധി നിരാഹാരം ഇരുന്നു. 2 ദിവസം ഇവർ ബഹളം വെച്ചു. 3-ാമത്തെ ദിവസമായപ്പോൾ ബഹളം താന്നു. 4-ാമത്തെ ദിവസമായപ്പോൾ ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുക പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന തരത്തിലേക്ക് മനുഷ്യർ മുഴുവൻ മാറുകയാണ്. മനുഷ്യരെ മുഴുവൻ മാറുമ്പോൾ ഗാന്ധിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമരം എന്ന് പറഞ്ഞ സമരമാണ്. സമരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യില്ല. താൻ എന്തിനു വേണ്ടി നിലകൊണ്ടോ, എന്തിനു വേണ്ടിയാണോ സമരം നടത്തിയത്, അത് മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ടോ ഗാന്ധി അത് പിന്മാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തനിക്ക് വേണ്ടിയല്ല സമരം നടത്തുന്നത്, അല്ലേ? സ്വന്തം ജീവിതത്തെ പോഷിപ്പിക്കാനല്ല ഈ സമരം, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗാന്ധി കടുംപിടുത്തം പിടിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഗാന്ധിയോട് ഈ നിരാഹാരം നിർത്താമെന്ന് വിവിധ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. ഗാന്ധി കണ്ടീഷൻ വെച്ചു. 1, ഡൽഹിയിലെ മുസ്ലിങ്ങളെ മുഴുവൻ അവരവരുടെ വീടുകളിൽ താമസിപ്പിക്കുക. 2, അവരവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കുക. 3, ആരാധനാലയങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. 4, പാകിസ്ഥാനിൽ പോയിട്ടുള്ള, ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വന്ന ഏതെങ്കിലും മുസ്ലിം
പറയാണ് എനിക്ക് ഇന്ത്യയിൽ തന്നെ വന്നാൽ മതി, എൻ്റെ രാജ്യം ഇന്ത്യ, ഞാൻ ജീവിച്ചു വളർന്ന ഇന്ത്യയാണ്, അപ്പോൾ തിരിച്ച് കൊണ്ടുവരിക. ഇങ്ങനെ കണ്ടീഷൻ വെക്കുകയാണ്. അതിലൊരു കണ്ടീഷനായിരുന്നു ഈ ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിൽ, ഇപ്പം അഭയാർത്ഥികൾ കൈയടക്കിയിരിക്കുന്ന ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിലെ ഉറൂസ്, അതാണ് ജനുവരി 27 നടക്കുന്നത്. ഈ ഉറൂസ് ഇത്തവണ പല കാലങ്ങളിലും ഉറൂസ് അതാത് മതക്കാർ മാത്രം ആഘോഷിക്കുക. ഇത്തവണ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കുക. ആർക്കൊക്കെ കൂടി? മുസ്ലിമിനും ഹിന്ദുവിനും സിഖുകാർക്കും ഒന്നിച്ച് നമുക്ക് ഉറൂസ് ആഘോഷിക്കാം എന്ന് പറയുന്ന അത് വയ്ക്കുകയാണ്, മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കണ്ടീഷൻസ് ഒപ്പിട്ടാലേ ഞാൻ നിരാഹാരം നിർത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഈ കണ്ടീഷൻ ഒപ്പിടാൻ ഹിന്ദു മഹാസഭക്കാർ വരെ, എന്ന് പറഞ്ഞാൽ RSSൻ്റെ അന്ന് BJPയോ ജനസംഘം ഒന്നുമില്ല, ഹിന്ദു മഹാസഭയാണ് രാഷ്ട്രീയ പാർട്ടി, അവർ വരെ തയ്യാറായി ഒപ്പിട്ടതിന് ശേഷമാണ് നിരാഹാരം നിർത്തുന്നത്. മൗലാന അബുൽ കലാം ആസാദാണ് നാരങ്ങ നീര് കൊടുക്കുന്നത്. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ജനുവരി 27 ഈ ഉറൂസ് ആഘോഷിക്കാൻ ഗാന്ധി മെഹ്റോളിയിലെത്തുന്നത്. അപ്പോൾ കണ്ട ഒരു കാഴ്ച പ്യാരലാൽ പറയുന്നുണ്ട്. അതുവരെ കടിച്ച് കീറിയിരുന്ന മനുഷ്യർ, ഈ പറയുന്ന ഹിന്ദുക്കളും സിഖുകാരും ഒരു ഭാഗത്തും മുസ്ലിങ്ങൾ മറുഭാഗത്തുമായിട്ട് വലിയ യുദ്ധം, തെരുവ് യുദ്ധം നടന്നിരുന്ന സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. എത്രയോ ആയിരങ്ങൾ അവിടെ മരിച്ചുപോയി, എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിതം എന്ന് പറയുന്നത് ദുരിതമയമായി, അംഗവിഹീനരായവരുണ്ട്. അങ്ങനെ ഈ പറയുന്ന തരത്തിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് പരസ്പരം എതിരടിക്കേണ്ട രണ്ട് വിഭാഗക്കാരാണ് എന്ന നിലയിലിരുന്ന ഡൽഹിയിൽ ഈ ഉറൂസിൻ്റെ അന്ന് ഗാന്ധിയുടെ നിരാഹാരത്തിന് ശേഷം കാണുന്നത് അതിശൈത്യമാണ് ആ ജനുവരിയിൽ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ജനുവരി 27, ജനുവരി മാസം സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ ശൈത്യകാലമാണ്. പക്ഷെ കൊടും ശൈത്യമായിരുന്നു 1948. ഈ മുസ്ലിങ്ങൾ രാവിലെ ഉറൂസ് ആഘോഷിക്കാൻ വേണ്ടി ദർഗയിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ഒരു വശത്ത് ഹിന്ദുക്കളും മറുവശത്ത് സിഖുകാരും നിന്ന് ചായ തിളപ്പിക്കുകയാണ്. ചായ തിളപ്പിച്ചിട്ട് ഈ വിറച്ച് പോകുന്ന ഈ മുസ്ലിങ്ങളോട് പറയും, സഹോദര ഈ ചായ കുടിച്ചിട്ട് പോ, ഈ ചൂട് നിൻ്റെ ശരീരത്തിൽ ആവാഹിച്ചിട്ട് പോകാൻ പറയാണ്. ആ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നലെ ആയിരുന്നെങ്കിൽ അവിടെ ഇവർ പരസ്പരം വെട്ടി മരിച്ചേനെ. ആ മനുഷ്യരിങ്ങനെ ഭായി എന്ന് വിളിച്ചിട്ട് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചായ കൊടുക്കലാണ് മതേതരത്വം. നിങ്ങൾ മതേതരത്വത്തിന് വേറെ വലിയ അർത്ഥമൊന്നും തിരയണ്ട. നിങ്ങൾ തണുപ്പിൽ പോകുന്നത് നിങ്ങൾ വേറൊരു മതക്കാരനാണെങ്കിൽ എൻ്റെ കയ്യിൽ ചായ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള മനസ്ഥിതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന സംഗതിയാണ് ഈ ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിൽ ഗാന്ധി എത്തുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഗാന്ധി അവസാനം എത്തിച്ചേർന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് സഹോദരരെ പോലെയല്ല, സഹോദരർ തന്നെയാണെന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ആശയമാണ് ഇന്ന് വെല്ലുവിളിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ആശയത്തിനെതിരെ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന വെറുപ്പാണല്ലോ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തികൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് വരുത്തുക എന്നുള്ളത്, ഹെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹെയ്റ്റ് എന്ന് പറയുന്ന പലതരത്തിൽ പല ലെയേഴ്സിലുള്ള ഹെയ്റ്റാണ്, പല പ്രതലങ്ങളിലുള്ള ഹെയ്റ്റാണ്. അപ്പോൾ ഹെയ്റ്റിനെതിരെ നമ്മുടെ ഉള്ളിലുള്ള ആയുധം എന്താണ്? നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നതാണ്. ഈ സ്നേഹം തരാൻ ഗാന്ധി പറയുന്ന പോലെ ഏത് മതത്തിൻ്റെയും നിങ്ങളതിൻ്റെ ആശയ സംഹിതയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ സ്നേഹം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ സ്നേഹത്തിനെ പുതിയ ലോകത്തേക്ക് പൊളിറ്റിക്കലി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എ റെമഡി. അതൊരു മരുന്നായിട്ട് തീരുമെന്ന് പറയുന്നതാണ് ഗാന്ധി കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് പലതരം മൈനോറിറ്റി മെജോറിറ്റി പ്രശ്നങ്ങളുണ്ട്. അത് ഹിന്ദു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ജനാധിപത്യം എന്ന് പറയുന്ന ആശയം നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഒരു ഹാർമണിയിൽ അധിഷ്ഠിതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരാശയം മുൻനിർത്തിയിട്ട് അത് സംരക്ഷിക്കാൻ മുന്നിൽ വരേണ്ടതും ബഹളം വെക്കേണ്ടതും ന്യൂനപക്ഷക്കാർ മാത്രമല്ല, മറിച്ച് എല്ലാവരും ചേർന്നിട്ടാണ്. ഇതാണ് ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പാഠം എന്ന് പറയുന്നത്.
അത് പലതരത്തിലാവും. ഇപ്പം ഭാഷാ ന്യൂനപക്ഷത്തിൻ്റെ തരത്തിലാവാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭജനം ഉണ്ടെങ്കിൽ ഒരു ഡെമോക്രസിയിൽ, ഒരു റൈറ്റിൽ അത് ഒന്നിച്ചിരിക്കണം. ഒരു റൈറ്റിൻ്റെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അവിടെ എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റൈറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. ഇതാണ് ഗാന്ധി കാണിച്ചു വന്നിട്ടുള്ള പാഠം. അപ്പോൾ ഗാന്ധിയുടെ ഈ ബക്തിയാർ സന്ദർശനം എന്ന് പറയുന്നത്, ഈ ദർഗാ സന്ദർശനം എന്ന് പറയുന്നത് നമ്മൾ വലിയ തരത്തിൽ അതിനെ വ്യാപിപ്പിക്കേണ്ടതാണ്. ആ കഥ ഇന്ത്യയുടെ കഥയാണ്, നമ്മുടെ കഥയാണ്. നമുക്കിന്ന് അത് സങ്കല്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെമോക്രസി വന്ന പിന്നെ ഈ INGO എല്ലാം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കും അല്ലേ. അവർക്കൊന്നും തിരഞ്ഞെടുപ്പിനെ ഭയം ഉണ്ടായിരുന്നില്ല അല്ലേ. ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. നെഹ്റുവിന് പോലും ഇപ്പോൾ നെഹ്റു ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടെങ്കിലും നിൽക്കേണ്ട ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക ജനാധിപത്യം, ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മനസ്സിലായില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ഡെമോൺസ്ട്രേഷനോടുകൂടി മനസ്സിലായില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് ഈ INGO എല്ലാം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ കൂടെ ഡെമോക്രസി നൽകി. അതല്ല ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ, അത് അംബേദ്കർ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും INGO എല്ലാം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പാണ് ഡെമോക്രസി എന്ന്. അതിൽ കൂടുതലോട്ടിട്ട് ആൾ ജയിക്കും, അവർ ഭരിക്കാൻ പോകും. ഇതൊക്കെ ടെക്നിക്കൽ ജനാധിപത്യം, ഇതൊക്കെ സാങ്കേതിക ജനാധിപത്യമാണ് അല്ലേ. ഇതല്ല ജനാധിപത്യം. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ആ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 ആശയം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിന് എവിടെ പരിക്ക് പറ്റുന്നോ അവിടെ നമ്മൾ ഈ ജനങ്ങൾ ഇടപെടാൻ തുടങ്ങണം. എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല ഹൈറാർക്കി ഉള്ളതാണ് അല്ലെ, പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ്. അല്ലാതെ ഒരു എല്ലാവരും സ്ഥിതി സമത്വമുള്ള സൊസൈറ്റി ഒന്നല്ല, പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ സമത്വത്തിലുള്ള വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെപ്പോഴും നമ്മൾ അത് കൂടുതൽ സമത്വത്തിലേക്ക് നീക്കാൻ പരിശ്രമിക്കുക എന്ന് പറയുന്നതാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്, സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ അർത്ഥം. അതാണ് ഡെമോക്രസി. ഒരു സൊസൈറ്റിയിൽ എവിടെ സമത്വത്തിന് കേടുപറ്റുന്നു, സ്വാതന്ത്ര്യത്തിന് കേടുപറ്റുന്നു, സാഹോദര്യത്തിന് തകരാറുണ്ടാവുന്നു, അത് പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂടി ശ്രമിക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ 5 കൊല്ലം കൂടുമ്പോഴുള്ള വോട്ടാണ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ജനാധിപത്യമാണെന്ന് വിശ്വസിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരാശയത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ ഉദാസീനതയിലൊക്കെ കഴിയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ടെക്നിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വെറും തൊണ്ടായിട്ട് തീരും. അതിൻ്റെ ഉള്ളിൽ കൂടെ വലിയ ഫാസിസം കടന്നു വരും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രസി ആയിരുന്നു. ഗാന്ധി ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ടല്ല നിരാകാരം ഇരുന്നത് അല്ലേ, എന്തെങ്കിലും നേടാനല്ല, മറിച്ച് അത് ഈ പറയുന്ന പോലെ ഒരു സൊസൈറ്റിയിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് ചേർത്തടയ്ക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഗാന്ധി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വളരെ വിശദമായി ഗാന്ധിയുടെ ജീവിതവുമായി ചേർത്തുകൊണ്ടുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യമായിട്ട് മാഷ് സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഗാന്ധി ഒരു ഹിന്ദുവാണ് എന്ന് എപ്പോഴും പ്രഖ്യാപിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഹിന്ദു ജീവിതം ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പബ്ലിക് ലൈഫിലും ഹിന്ദു ജീവിതം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അത് തന്നെ ഒരു അർത്ഥത്തിൽ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പ്രഭവത്തിൻ്റെ അതിൻ്റെ പിതാക്കന്മാരിൽ അതിൻ്റെ പിതാവായിട്ടുള്ള സവർക്കർ, അദ്ദേഹം ഒരു സെൽഫ് പ്രൊക്ലൈംഡ് ആയിട്ടുള്ള ഒരു എത്തിസ്റ്റാണ്. അപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ പോലെ ഉള്ള ആളുകളൊക്കെ, ഇപ്പോൾ ആശിഷ് നന്ദി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എസ്സേയിൽ വിഷയം വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഗാന്ധി പറയുന്ന ഗാന്ധി എന്താണ് ഇന്ത്യൻ
മതേതരത്വത്തെക്കുറിച്ചും സാർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് മതേതരത്തെക്കുറിച്ചിട്ടുള്ള ചില ആലോചനകൾ അദ്ദേഹത്തിൻ്റെ ആൻറ്റി സെക്യുലറിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള എസ്സേയിൽ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം ഒരേ സമയം പൊളിറ്റിക്കൽ മോഡേണിറ്റി കൊണ്ടുവന്ന അല്ലെങ്കിൽ മോഡേണിറ്റി കൊണ്ടുവന്നിട്ടുള്ള വെസ്റ്റിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള മതേതരത്വ സങ്കല്പവുമായി ഒത്തുപോവാത്തതും അതേസമയം ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന സർവധർമ്മ സമഭാവ എന്ന ആശയത്തിൽ അധിഷ്ഠിതവുമായതാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരേ സമയം വ്യക്തിജീവിതത്തിലും പിന്നെ പൊതുജീവിതത്തിലും മതസ്വത്വത്തെ പ്രകാശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു സഹോദര സമുദായങ്ങളുമായി ഒരു ഡയലോഗ് പോസിബിളാക്കുകയും ചെയ്തു ഗാന്ധി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ഈ ആലോചനയിൽ ഒരു വളരെ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, അത് നിങ്ങൾ പല ആളുകളും വായിച്ചതായിരിക്കും, എങ്കിലും ആ പുസ്തകത്തിൽ പിന്നെ നിങ്ങൾക്കറിയാം അതിൽ റീഡർ എഡിറ്റർ എന്ന് പറയുന്ന ഈ രണ്ട് ഒരു സംഭാഷണ ശകലത്തിലൂടെയാണ്, സംഭാഷണ രൂപേണയാണ് ആ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എഡിറ്റർ എന്നുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിയുടെ ആശയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഘട്ടത്തിൽ എന്താണ് ഹിന്ദു സ്വരാജ് എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോവലാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗാന്ധി കൊണ്ടുവരുന്നൊരു ഉത്തരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോവുക എന്നുള്ളതല്ല, മറിച്ച് വെസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വഴി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനെയാണ് ഗാന്ധി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രമേൽ സൂക്ഷ്മമായി ആധുനിക ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തിൻ്റെ പരിണാമത്തെ ദർശിച്ച ഒരു ഫിലോസഫർ കൂടിയായിരുന്നു ഗാന്ധി. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ 1947 സമയത്ത് വിഭജന ഘട്ടങ്ങളിൽ ഹിന്ദു മുസ്ലിം വൈരങ്ങൾ ഉണ്ടാവുകയും പ്രശ്നസങ്കുലമായ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഗാന്ധി അതിൻ്റെ അടിവേരുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ പരസ്പരം പോരടിക്കുന്ന കമ്മ്യൂണിറ്റിയായിട്ട് മാറുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പൊളിറ്റിസൈസേഷൻ. നമ്മൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ റിലീജിയനെ ഒരു പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നതിനെ നമ്മൾ പല രൂപത്തിലും നഖശികാന്തം എതിർക്കുന്നുണ്ടെങ്കിലും ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിശദമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നിന്നുകൊണ്ടുള്ള, നമ്മുടെ സാമൂഹിക പാരസ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അയൽപ്പക്കത്തും നമ്മുടെ തൊട്ടപ്പുറത്തും ജീവിക്കുന്ന സഹോദര സമുദായങ്ങളുമായിട്ടുള്ള കൊണ്ടുകൊടുക്കലുകളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഒരു പാരസ്പര്യം, ഒരു സാഹോദര്യം, ആ സാഹോദര്യത്തിൻ്റെ ഒരു പുനർനിർവചനം, ഒരു പുനരാകിരണമാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സ്വത്തമായിട്ട് അടയാളപ്പെടുത്തപ്പെടേണ്ടത് എന്ന് ഗാന്ധി നിരീക്ഷിക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് രാജീവ് ഭാർഗവെ പോലെയുള്ള അല്ലെങ്കിൽ സുദീപ്ത കവിരാജിനെ പോലെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ, ഹിസ്റ്റോറിയൻസൊക്കെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു രാഷ്ട്രീയം, അതായത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് അധിനിവേശത്തിലൂടെ ഉണ്ടായിത്തീർന്ന രാഷ്ട്രീയവും അത് ഉണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക പരിണാമവും എത്രമാത്രം പ്രശ്നകരമായ ഇതിൻ്റെയൊക്കെ ഒരു അടിവേരായി പ്രവർത്തിക്കുകയും ഒരു വേള ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉണ്ടായി വരുന്നതിൻ്റെ പുറകിൽ തന്നെ ഈ ബ്രിട്ടീഷ് രാജിൻ്റെ ഡിവിസീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിസൈസേഷൻ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുകൂടിയുള്ള ആലോചനകളെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഇതിൽ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹിന്ദുസ്വരാജ് ഗാന്ധിയുടെ ഒരു ലോകവീക്ഷണം മാത്രമല്ല, അതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് മദൻലാൽ ദിങ്ര എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സായ ചെറുപ്പക്കാരൻ, സവർക്കറുടെ ഒറ്റ അനുയായിയായിരുന്നു. സവർക്കർ അന്ന് ഇന്ത്യ ഹൗസിൽ താമസിക്കുകയാണ്, ലണ്ടനിലെ ഇന്ത്യ ഹൗസിലാണ് സവർക്കർ താമസിക്കുന്നത്, ബാരിസ്റ്റർഷിപ്പിന് പഠിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ആണ് സവർക്കർ ഒരുപക്ഷെ ഇന്ത്യയിലെയും ഇപ്പം അദ്ദേഹത്തിൻ്റെ അഭിനവ് ഭാരത് പോലെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സംഘടനയാണ്. അപ്പോൾ 28 വയസ്സുവരെ സവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു. ആ ബ്രിട്ടീഷ് വിരുദ്ധനായതിൻ്റെ കാരണം സാമ്രാജ്യത്വ വിരുദ്ധനായതുകൊണ്ടല്ല, അത് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇപ്പം പലപ്പോഴും സവർക്കറെ പറ്റി പറയുമ്പോൾ സവർക്കർക്ക് വേണ്ടി സ്റ്റാമ്പ് ഇറക്കിയില്ലേ, സവർക്കർ കാലാപാനിയിൽ ആൻഡമാനിൽ കിടന്നില്ലേ, ജയിലിൽ കിടന്നില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്.
നമുക്ക് നമ്മളുടെ ഒരു പ്രത്യേക ഇപ്പം ഹിന്ദു ഫാസിസമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കഴിയുമ്പോൾ ഇപ്പം കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ ജനതാ ഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൊതുവേ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ നിർവചിച്ചിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ആരൊക്കെ നിന്നുവോ അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുള്ള പൊതുബോധമാണ് നമ്മൾ, അല്ലെങ്കിൽ പൊതു നിർവചനമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടുണ്ട്, വലിയ തരത്തിൽ പൊരുതി എന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാനോ മതേതര ഇന്ത്യ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാക്കാനോ ഉള്ള പോരാട്ടമല്ല. മറിച്ച് നികുതി പിരിക്കാനുള്ള അവകാശം തന്നിൽ നിന്ന് മാറ്റി വേറൊരാൾക്ക് കൊടുത്തപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയാണ് എന്തായിട്ട് മാറുന്നത്, സ്ട്രഗിളായിട്ട് മാറുന്നത്. നികുതി പിരിക്കാനുള്ള അവകാശം തന്നിൽ തന്നെ ഇരുന്നപ്പോൾ പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ എതിരല്ല, ഒന്നിച്ചു നിൽക്കുന്നവരാണ്. ആ അവകാശം മാറ്റുമ്പോഴാണ് ഇതേപോലെയാണ് ശരിക്കും പറഞ്ഞാൽ സവർക്കർ ഉൾപ്പെട്ട ചിത്പാവൻ ബ്രാഹ്മിൻസ് ഒരു ഘട്ടം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്നതിൻ്റെ കാരണം. സവർക്കർ തൻ്റെ 28 വയസ്സ് വരെ ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു. കാരണം എന്താ, അവിടെ ഭരിച്ചിരുന്നത് ഇന്ത്യയിൽ പൊതുവേ ക്ഷത്രിയ രാജാക്കന്മാരായിരുന്നു, ഹിന്ദു രാജാക്കന്മാർ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വർമ്മ എന്നാണ് അവരെ വിളിക്കുക, അല്ലെങ്കിൽ രാജസ്ഥാനിൽ പോയാൽ രാജ്പുത്തുകളായിരുന്നു അവിടെ ക്ഷത്രി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരിയർ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലെ ഈ ചാതുർവർണ്ണ്യം അനുസരിച്ചിട്ട് ക്ഷത്രിയ കുലത്തിൽ കഴിയുന്നവരാണ് രാജ്യം ഭരിക്കുക. ബ്രാഹ്മണൻ എല്ലാ സ്ഥലത്തും ഒരു മേൽക്കോയ്മ, പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് കിട്ടിയിരുന്നത്. അവർ നേരിട്ട് രാജ്യം ഭരിക്കുന്നത് കുറവായിരുന്നു തീരെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഈ നിങ്ങൾ പഠിക്കുന്ന ഈ ശിവജിയുടെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊരു അപൂർവ ചരിത്രമാണ്. കാരണം മറാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന മറാഠകൾ എന്ന് പറയുന്ന വാരിയർ കാസ്റ്റായിരുന്നു. അവർ ക്ഷത്രിയരാണെന്നോ അല്ലെന്നൊക്കെ തർക്കമുണ്ട്, നമുക്ക് അത് വിടാം. എന്തായാലും വാരിയർ കാസ്റ്റായിരുന്നു. ഈ പടയാളികൾ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു മറാഠ കാസ്റ്റായിരുന്നു ശിവജി. പക്ഷേ ശിവജിയുടെ കാലശേഷം മന്ത്രിമാരായിരുന്ന പേഷ്വ ബാലാജി വിശ്വനാഥ് ഭട്ട് തുടങ്ങിയ പേഷ്വമാരിലേക്ക് അധികാരം മാറുകയാണ്. ഈ പേഷ്വമാർ എന്ന് പറഞ്ഞാൽ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു. ഈ ചിത്പാവൻ ബ്രാഹ്മിനാണ് പിന്നീട് ഈ മറാത്ത സാമ്രാജ്യം ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ നേരിട്ട് ഒരു സാമ്രാജ്യം നമുക്കറിയാവുന്ന ചരിത്രത്തിൽ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മറാഠ സാമ്രാജ്യമാണ്, പേഷ്വയാണ്. ഈ പേഷ്വയാണ് 1818 ശനിവാർവാഡ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചിട്ടാണ് ഈ ബോംബെ പ്രൊവിൻസ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ബോംബെ പ്രൊവിൻസ് പിടിച്ചെടുക്കുമ്പോൾ അധികാരഭ്രഷ്ടരാവുന്നത് ചിത്പാവൻ ബ്രാഹ്മിൻസാണ്. അതുവരെ ഈ ചിത്പാവൻ ബ്രാഹ്മിൻസിനായിരുന്നു മേൽക്കോയ്മ. അവർ സാധാരണ ബ്രാഹ്മണ കുലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മനുസ്മൃതി പ്രകാരമുള്ള ബ്രാഹ്മണ കുലത്തിൻ്റെ രീതികളിലല്ല ജീവിച്ചിരുന്നത്. അവർ ഹുണ്ടിയ പലിശ കൊടുത്തിരുന്നു, അവിടെ എല്ലാ വ്യവസായം ചെയ്തിരുന്നു, വാണിജ്യം ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യഭരണത്തിൻ്റെ കീഴിൽ പുതിയ ഒരു തരത്തിലുള്ള ഒരു ബ്രാഹ്മണ സമുദായമായിരുന്നു അവർ മാറിയിരുന്നു. അവരെയാണ് അധികാരത്തിൽ നിന്ന് മാറ്റി ആര് വരുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നത്. സ്വാഭാവികമായിട്ട് ഈ അപ്പം അധികാരം പോകുന്നു, രാഷ്ട്രീയ അധികാരം പോകുന്നു, സാമൂഹ്യ അധികാരം പോകുന്നു. കാരണം വെള്ളക്കാർ വരുന്നു, പുതിയൊരു മേൽക്കോയ്മ വർഗം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 തരത്തിലുള്ള നഷ്ടം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചിത്പാവൻ ബ്രാഹ്മിൻസിൽ ഒരു വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ എന്നും പൊരുതി നിന്നിരുന്നത്. കാരണം എന്താ, തങ്ങളെ തോൽപ്പിച്ചവരാണ്. അപ്പോൾ തിരിച്ചു തോൽപ്പിച്ചാൽ എന്ത് സംഭവിക്കാം, പേഷ്വ സാമ്രാജ്യം വീണ്ടും സ്ഥാപിക്കാം. ഈ സംഗതിയാണ് ഇവരെ ചലിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് സവർക്കർ, തിലകിൻ്റെയൊക്കെ അനുയായിയായിരുന്ന സവർക്കർ, തിലകും ചിത്പാവനായിരുന്നു, സവർക്കറും ചിത്പാവനായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സവർക്കറെ നയിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ബ്രാഹ്മിൻ പൊളിറ്റിക്സാണ്. അല്ലാതെ ഡെമോക്രാറ്റിക് ഇന്ത്യക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം 28 വയസ്സ് വരെ, 28 വയസ്സിന് ശേഷം നിങ്ങൾക്കറിയാം ജയിലിൽ പോയപ്പോൾ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇരട്ട ജീവിതമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം, പുറത്ത് ജർമ്മനിക്കൊപ്പം. ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ പൊളിറ്റിക്സാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ചിട്ടുള്ളത്, സവർക്കറുടെ നേതൃത്വത്തിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സവർക്കർ ആ സമയത്ത് ഈ പറയുന്ന ഹിന്ദ് സ്വരാജ് എഴുതുന്ന സമയത്ത് സവർക്കർ ലണ്ടനിലാണ്, ഇന്ത്യ ഹൗസിൽ താമസിക്കുകയാണ്. ഇന്ത്യ ഹൗസിൽ
അദ്ദേഹം തൻ്റെ അനുയായിയായ മദൻലാൽ ദിങ്ക്ര എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി അന്ന് നിലകൊള്ളുന്നതിനാൽ കഴ്സൺ വൈലി എന്ന് പറയുന്ന അവിടുത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലുന്നുണ്ട്. മദൻലാൽ ദിങ്ക്ര പോയി കൊല്ലുന്നുണ്ട്. അപ്പം കഴ്സൺ വൈലിയെ കൊല്ലാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സവർക്കറുടെ സഹോദരനെ ബ്രിട്ടീഷുകാർ പിടിച്ചു. ബ്രിട്ടീഷുകാർ ബോംബുണ്ടാക്കുന്നതിൻ്റെ പേരിൽ പിടിക്കുകയാണ്. അതിന് പകരം വീട്ടാനാണ് ആരെ കൊല്ലുന്നത്? കഴ്സൺ വൈലിയെ കൊല്ലുന്നത്. കഴ്സൺ വൈലിയെ താൻ പോയി കൊല്ലില്ല ചെയ്യുന്നത്, മറിച്ച് ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരനെ അതിനു വേണ്ടി ബലിയാടാക്കാണ്. അവസാനം ആദ്യം കഴ്സൺ പ്രഭുവിനെ കൊല്ലാനാണ് വിചാരിച്ചിരുന്നത്. ബംഗാൾ വിഭജനം നടത്തിയ കഴ്സൺ പ്രഭുവിനെ കൊല്ലാനാണ് തീരുമാനിച്ചത്. പക്ഷേ ദിങ്ക്ര പോയപ്പോഴേക്കും ആ ഹാളിലേക്ക് പ്രവേശനം കിട്ടിയില്ല. ഒരു പൊതുചടങ്ങിൽ വെച്ചിട്ട് കൊല്ലാനാണ്, പ്രവേശനം കിട്ടിയില്ല. രണ്ടാമത് ഈ കഴ്സൺ വൈലിയെ കൊല്ലാൻ പറഞ്ഞയക്കുമ്പോൾ തോക്ക് എടുത്ത് കൊടുത്തിട്ട് ഇനി ഇതിൽ നീ പരാജയപ്പെടുകയാണെങ്കിൽ നിൻ്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത്. ഇത് ആരുമല്ല, സവർക്കർ തന്നെയാണ്. ധനഞ്ജയ് കീറിൻ്റെ നിങ്ങൾ ബയോഗ്രഫി വായിക്കുകയാണെങ്കിൽ അതിൽ സവർക്കർ നേരിട്ട് പറഞ്ഞതായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. ദിങ്ക്ര പോയിട്ട് കഴ്സൺ വൈലിയെ കൊല്ലുന്നു. അപ്പോൾ ഇപ്പോൾ ഭഗത് സിംഗ്, ഇപ്പം നമ്മളിതൊക്കെ ഇത് സൂക്ഷ്മമായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭഗത് സിംഗ് കൊന്നിട്ടില്ലേ എന്ന് ചോദിക്കും, ഡയറിനെ കൊന്നിട്ടില്ല. അല്ലെങ്കിൽ ഉദ്ധം സിംഗ് അവിടെ പോയി ഇംഗ്ലണ്ടിൽ പോയിട്ട് ആണല്ലോ ഡയറിനെ കൊല്ലുന്നത്. ഭഗത് സിംഗ് തെറ്റിയിട്ട് സാൻഡേഴ്സിനെ കൊന്നിട്ടില്ലേ എന്ന് ചോദിക്കാം. ഇതൊക്കെ തമ്മിൽ സമീകരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് മദൻലാൽ ദിങ്ക്രയ്ക്ക് മാത്രം എന്ത് പ്രത്യേകത എന്ന് ചോദിക്കും നിങ്ങൾ. മദൻലാൽ ദിങ്ക്ര കൊല്ലുന്നത് ഒരു പാവോദ്യോഗസ്ഥനെയാണ്. ബ്രിട്ടീഷുകാരനായി ജനിച്ച അയാളുടെ കാലയാപനത്തിന് ഒരു ഉദ്യോഗം ചെയ്യുന്നു, വെള്ളക്കാരനായി ഈ പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്നതിലുപരി അയാൾ പട്ടാളക്കാരോ ഒന്നുമല്ല. ഭഗത് സിംഗ് ഡയറിനെ ഉന്നമിട്ടതിൻ്റെ കാരണം എന്താ? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. ജനശത്രുക്കളെയാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതല്ല, ഇതൊരു ഉദ്യോഗസ്ഥനാണ്. തൻ്റെ ചേട്ടനെ അവിടെ അറസ്റ്റ് ചെയ്തതിന് ആദ്യം കാണുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലുക എന്ന് പറയുന്ന നിലപാടിലേക്ക് വേറൊരുത്തനെ പിടിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഈ കൊല നടക്കുമ്പോൾ ഗാന്ധി, അതിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഗാന്ധി ഇംഗ്ലണ്ടിലുണ്ട്. ഇത് ഗാന്ധിയെ വല്ലാതെ ഞെട്ടിച്ചു. ഗാന്ധിയുടെ ഉള്ളിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഇങ്ങനെയാണോ ബ്രിട്ടീഷുകാരെ നേരിടേണ്ടത്? ഗാന്ധി കൊളോണിയൽ വിരുദ്ധനാണ്. ഇങ്ങനെയാണോ ബ്രിട്ടീഷുകാരെ നേരിടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പരസ്പരമുള്ള പക വെച്ച് അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന വെള്ളക്കാരനെ കൊന്നിട്ടൊക്കെയാണ് നിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ് ഹിന്ദ് കൂടെ എഡിറ്ററും ഈ പറയുന്ന ഈ 2 ഡയലോഗായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദ് നോക്കുകയാണ്. ഇപ്പോൾ ഹിന്ദ് ഗാന്ധിയുടെ ഒരുപാട് അപക്വമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ജീവിതം തുറന്ന പുസ്തകമായതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ഗാന്ധി എന്താ ചിന്തിച്ചിരുന്നത് നമുക്ക് എടുത്ത് വായിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഗാന്ധിയെ വിമർശിക്കാം. നമുക്ക് ഗാന്ധിയെ പലതരത്തിൽ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ ഏത് സമയത്തും ഗാന്ധിയുടെ നിങ്ങൾക്ക് തെളിവ് കിട്ടും. ഗാന്ധി തന്നെ തെളിവ് വരും. നമ്മൾ മനസ്സിലാക്കേണ്ട, ഗാന്ധി തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അറിയണമെങ്കിൽ അവസാനം പറഞ്ഞ അഭിപ്രായം എടുക്കണം, അല്ലാണ്ട് ആദ്യം പറഞ്ഞ അഭിപ്രായം എടുക്കണം. അപ്പോൾ ഹിന്ദ് അങ്ങനെ അപക്വമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഗാന്ധി ചികിത്സ എന്ന് പറയുന്ന വെസ്റ്റേൺ ആയിട്ടുള്ള ചികിത്സയെ മുഴുവനായിട്ട് നിരാകരിക്കുന്നുണ്ട്. അതിൽ ഗാന്ധി ഒരു സന്ദർഭം വന്നപ്പോൾ ചികിത്സയ്ക്ക് പോയി ഇപ്പം പല ഓപ്പറേഷൻ കഴിച്ചിട്ടുള്ള ഒരാളാണ് ഗാന്ധി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഹിന്ദ് അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ. പക്ഷേ ഹിന്ദ് തൊട്ട് ഗാന്ധി മരിക്കുന്നത് വരെ 2 കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒന്ന്, അസ്പൃശ്യത അകറ്റുക എന്ന് പറയുന്നത്. ഹിന്ദു മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുളായിട്ട് പരസ്പരം തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ആശയത്തെ ഗാന്ധി കണ്ടിരുന്നു. 2, ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്ന ആശയം ഹിന്ദ് തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടായിട്ട്, ഈ പറയുന്ന ഇടക്കാല മന്ത്രിസഭ ഉണ്ടായിട്ട് അന്നത്തെ കോൺഗ്രസ് മന്ത്രിമാർ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട്. അന്ന് ഗാന്ധി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉപ്പ് നികുതി കുറയ്ക്കണം. കാരണം ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ആളാണ് 1930. 47 എല്ലാ സമരവും വിജയിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഉപ്പിൻ്റെ നികുതി കുറഞ്ഞിട്ടില്ല. ആ കാര്യം ഓർമ്മ വെച്ച് പറയാണ്. ഉപ്പ് എന്ന് പറഞ്ഞ സാധാരണക്കാരൻ്റെ ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് ഉപ്പ് നികുതി എടുത്തു കളയണം. നമ്മൾ സമരം ചെയ്ത് അധികാരത്തിലിരുന്നാൽ ആ സമരത്തിൻ്റെ മുദ്രാവാക്യം മറക്കരുത്. ഉപ്പ് നികുതി കളയണം. രണ്ടാമത്, അസ്പൃശ്യത എന്ന് പറയുന്നത്, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്, അത് തുടച്ച് നീക്കണം.
മൂന്നാമത് ഹിന്ദു മുസ്ലിം മൈത്രിക്ക് ഒരു പോറലുണ്ടാക്കരുത്. ആർക്ക് കൊടുക്കുന്ന ഉപദേശം? ഭരിക്കാൻ പോണവർക്ക്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല ഹിന്ദുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കേണ്ടത് ഈ പറയുന്ന അന്യമതക്കാരോടുള്ള പെരുമാറ്റം, അതിലാണ് നല്ല ഹിന്ദുവിനറിയാം. നിങ്ങൾ ഒരു മുസ്ലിമിനെ എൻ്റെ സഹോദരനെ പോലെ വെറുതെ പറഞ്ഞാൽ പോരാ, മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് എടുത്തു വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹിന്ദുവാണ്. നേരെ തിരിച്ച് നിങ്ങൾ നല്ല മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ അന്യമതക്കാരോട് അത്രയും സ്നേഹത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റണം. ഇതാണ് ഗാന്ധിയുടെ മതത്തിൻ്റെ ഡെഫിനീഷൻ. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മതത്തിനെ ഓപ്പൺ ആക്കുകയാണ്, ഡയലോഗ് ആക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്ടിട്ട് ഈ പറയുന്ന മറ്റ് ആളാണ്, എൻ്റെ അയൽക്കാരനാണ് എൻ്റെ എല്ലാ ദുര്യോഗത്തിനും കാരണം എന്ന് പഠിപ്പിക്കുകയാണ്, അല്ലേ? അതല്ലേ പറയുന്നത്. ഇപ്പം ഈ ഹിന്ദു ഫാസിസം പറയുന്നത് ഈ ഇന്ത്യയിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ന്യൂനപക്ഷമാണ്, അല്ലേ? ഓരോ കാര്യത്തിലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപരവൽക്കരണവും ശത്രുവൽക്കരണവുമാണത്. മാത്രമല്ല, ഈ മുസ്ലിം ഹെയ്റ്റ് എന്ന് പറയുന്ന ആശയം തുടക്കം തൊട്ട് മുസ്ലിം വെറുപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഇസ്ലാമോഫോബിയ എന്ന് വരെ വിളിക്കില്ല, അതൊക്കെ പിൽക്കാലത്തുണ്ടായ വാക്ക്. ഇത് ഹെയ്റ്റാണ്, ഇത് വെറുപ്പാണ്, മുസ്ലിം ഹെയ്റ്റാണ്. അത് സവർക്കർ ഗോൾവാൾക്കർ തൊട്ട് അതിൻ്റെ പുറത്താണ് ഈ പറയുന്ന ഹിന്ദു ഫാസിസം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇതിനെ ഏറ്റവും വലിയ തരത്തിൽ തകർത്തിട്ടുള്ള ആൾ ഗാന്ധിയാണ്. ഗാന്ധിയും നെഹ്റുവാണ് ഇത് ആദ്യം തിരിച്ചറിഞ്ഞത്. ഒരാൾക്കും തിരിച്ചറിയാൻ, ഇപ്പോൾ RSSന് തിരിച്ചറിയോ? ഇപ്പം നമ്മൾ RSS ഒരു ഭീകര സംഘടനയാണെന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും ഇപ്പോൾ RSSനെ എതിർക്കുന്ന ആൾക്കാർ വരെ വിശ്വസിക്കും. ഈ രണ്ട് പേർക്ക് തുടക്കം തൊട്ട് വളരെ വ്യക്തമായിട്ട് രണ്ട് തരത്തിലാണത്. ഒന്ന്, നെഹ്റു ഒരു ബുദ്ധിയുടെ തലത്തിൽ ഈ ജർമ്മനിയിലെ ഫാസിസം വന്ന വഴി ഗംഭീരമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഫാസിസ്റ്റ് എലമെൻറ്റ്സ് തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഗാന്ധിക്ക് വേറൊരു തരത്തിൽ ഇവർ ഈ ഇന്ത്യയുടെ ഐക്യത്തെ, ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തെ തകർത്ത് വെറുപ്പ് കൊണ്ടുവരുന്നത് ഗാന്ധിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പം മതേതരത്വം എന്ന് പറയുന്ന ഒരാശയം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് നിലനിൽക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രതലം വേണം. സ്നേഹത്തിൻ്റെ പ്രതലമില്ലാതെ ആശയതലത്തിൽ അത് നിൽക്കില്ല. നിങ്ങൾ ഇപ്പം ഭരണഘടനയിൽ മതേതരത്വം ഉണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇതിൽ പറയാനേ കൊള്ളുള്ളൂ. മോളിലൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടൊന്നും ഇത് സൊസൈറ്റി നിൽക്കില്ല. ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിൽ ഇന്ത്യയിൽ വലിയ ഐഡൻറ്റിറ്റി വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ എല്ലാ കാര്യത്തിലും സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള എല്ലാ തരം മാനിഫെസ്റ്റേഷനെ അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കും സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ ഒരു ബഹുസ്വര രാജ്യമാണ്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ ഈ സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അത് മുറിക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റില്ല. മറിച്ച് ഇത് അടിത്തട്ടിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയ ട്രഡീഷനുണ്ട്. ഗാന്ധി വെറുതെ വരുന്നതല്ല. ഗാന്ധി ഈ പറയുന്ന തരത്തിൽ ഹിന്ദു മതത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് അന്യമതത്തോടുള്ളൊരു സ്നേഹപ്രകടനം നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കും എന്ന അടിസ്ഥാനത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് അത് ഗാന്ധി കണ്ടുപിടിച്ചോ അല്ല. തുടക്കം തൊട്ട് അത് ഇപ്പോൾ ഭക്തിപ്രസ്ഥാന കവികൾ, കബീർ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വചനകവികൾ, ബസവണ്ണ പോലെയുള്ള ആൾക്കാർ, അല്ലേ? ഈവൻ ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാലോ, അനുകമ്പാദേശം കഴിയ ശ്രീനാരായണ ഗുരു ഉണ്ടല്ലോ, കരുണാവാൻ നബി മുക്തുരത്നമോന്ന് ഹിന്ദു സന്യാസി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് എഴുതി വയ്ക്കുന്നത്, അല്ലേ? പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോന്ന് അന്ന് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അവരുള്ളിൽ എത്ര സ്നേഹസമ്പന്നനായാലും ഈ മതം വിട്ട് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. ഇത് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമാണ് ഗാന്ധിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ പാരമ്പര്യത്തിനെ കുറേം കൂടി രാഷ്ട്രീയമായിട്ട് വികസിപ്പിക്കാൻ ഒരു സന്ദർഭത്തിൽ അംബേദ്കറായിട്ടുള്ള സംവാദവും സഹായിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഗാന്ധി അംബേദ്കർ തമ്മിൽ പരസ്പരം ഇപ്പം അങ്ങനെയാണല്ലോ, അല്ല, പരസ്പരം രണ്ട് കത്തി പിന്നിൽ വെച്ച് നടക്കുന്ന ആൾ, ആരെ കുത്തുന്ന് വിചാരിച്ച് നടക്കുന്ന ആളായിട്ടാണൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇതല്ല, മറ്റൊരു തരത്തിൽ അവർ ഷാർപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടുണ്ട്, ഷാർപ്പായിട്ടുള്ള ഐഡിയാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1930 ശേഷം അംബേദ്കർ ഗാന്ധിയിലും ഗാന്ധി അംബേദ്കറിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ട്
വ്യക്തികൾ തമ്മിൽ, രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ തമ്മിൽ സംവാദം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അത് മുറച്ച് നിൽക്കല്ല വേണ്ടത്. നമ്മൾ എന്തിനാണ് സംവാദം നടത്തുന്നത്? എന്തിനാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയും, അല്ലേ? അതിൻ്റെ ഉള്ളിലൊരു ഹിംസയില്ല. അതൊരു അഹിംസാത്മകമാണ്. അഹിംസാത്മകമായിട്ട് സംസാരിച്ചാൽ എന്താ ഗുണം ഉണ്ടാവുക? കുറേ കഴിയുമ്പോൾ ഞാൻ പോകുമ്പോൾ ആലോചിക്കും, ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം അത് പറഞ്ഞത് ശരിയാണല്ലോ, എനിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇവിടെ വെച്ച് ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കില്ല, നേരെ തിരിച്ച് അവിടെ ഉണ്ടാവും. ഇത് രണ്ടുപേരെയും മാറ്റും, അതിനാ സംവാദം, അല്ലാതെ ഒരിടത്ത് നിർത്താനല്ല സംവാദം. അപ്പം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ചരിത്രത്തിൽ ഈ രണ്ട് പേരും ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കൂടുതൽ ഇരുട്ടിപ്പോയാണ്. അതുകൊണ്ട് ഈ രണ്ടു പേർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ രണ്ടു പേരും തമ്മിൽ ഒരു വലിയ തരത്തിലുള്ള സംവാദം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ സംവാദത്തിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഗാന്ധി അംബേദ്കറിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അംബേദ്കർ ഗാന്ധിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ഇന്ത്യൻ ജീവിതത്തിലെ ഒരു മതേതര ധാര കണ്ടെടുക്കുകയും വികസിപ്പിക്കുകയാണ് ഗാന്ധി ചെയ്തതെന്ന് നമുക്ക് പറയാം. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന മതേതരത്വത്തിനേക്കാൾ നമ്മുടെ വേരുകളെ ഉണർത്തുന്നതാണ്. നമ്മുടെ ഉള്ളിലെ വലിയ തരത്തിലുള്ള ധാതുക്കളെ ഉണർത്തുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് അതിൽ നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ അവസരമുണ്ടെന്ന് കരുതുന്നില്ല. എങ്കിലും ഈ ആലോചനയുടെ ഒരു തുടർച്ച എന്ന നിലക്ക് മതം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഹിന്ദു മുസ്ലിം പാരസ്പര്യത്തെക്കുറിച്ച് ഗാന്ധിയെ മുൻനിർത്തി ചില ആലോചനകൾ, ചരിത്രപരമായ ചില ആലോചനകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ, ഈ മതം എന്ന് പറയുന്ന ആശയം അതിനെ ഇന്ന് കാണുന്ന ഒരു സാമൂഹ്യപരമായ ഒരു രൂപം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചിട്ട് ചരിത്രകാരന്മാർ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ പിന്നെ കോഹനെ പോലെയുള്ള, അല്ലെങ്കിൽ നിക്കോളസ് ഡേക്സിനെ പോലുള്ള ആളുകൾക്ക് മതം എങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിൽ ആ മതം എന്ന് പറയുന്ന ആശയത്തിന് തന്നെ ഏതെല്ലാം അർത്ഥത്തിൽ പരിണാമം സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആശയതലത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബ്രിട്ടീഷ് അധിനിവേശത്തോടുകൂടി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജോടുകൂടി ഉണ്ടായിത്തീർന്ന സാമൂഹികമായ ഒരു പശ്ചാത്തലം, അതിലൂടെ ഉണ്ടായിത്തീർന്ന സാമൂഹികമായ ഒരു പുരോഗതി, അതിൻ്റെ സാമൂഹികമായ മാറ്റം, പിന്നെ സുദീപ്ത കവിരാജ് ഒരു ഘട്ടത്തിൽ അതിനെ വിളിക്കുന്നത് എന്യൂമറേറ്റഡ് ഐഡൻറ്റിറ്റി എന്നാണ്. അതായത് എങ്ങനെ ഐഡൻറ്റിറ്റിയുടെ ഒരു വ്യത്യസ്ത തരം സ്വഭാവം ഈ 17-ാം നൂറ്റാണ്ടിന് ശേഷം വിശേഷിച്ചും ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ജ്ഞാനേന്ദ്ര പാണ്ഡെയുടെ കമ്മ്യൂണലിസത്തെക്കുറിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം 18-ാം നൂറ്റാണ്ട് മുതൽ എങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണലിസം ഉണ്ടായി വരുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി ആലോചിക്കുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് ഈ മതം എന്ന് പറയുന്ന ആശയത്തെ ഇത്രമേൽ രണ്ട് വിഭാഗീയതയുടെ അടയാളമാക്കി മാറ്റുകയും, രണ്ട് ഐഡൻറ്റിറ്റിയാക്കി മാറ്റുകയും, ആ ഐഡൻറ്റിറ്റിയെ തന്നെ ഫിക്സഡാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ചരിത്രപരമായി ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഡാറ്റ, പിന്നെ സെൻസസ് റിപ്പോർട്ടിംഗ് തുടങ്ങിയ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറികളിലൂടെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജോട് കൂടെ തന്നെ ഉണ്ടായി വന്നിട്ടുള്ള പിന്നെ ആർക്കൈവൽ പ്രോസസ്സിലൂടെ, അതായത് നമ്മുടെ ജോഗ്രഫിയെക്കുറിച്ചിട്ടും നമ്മുടെ സമൂഹത്തെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ചൊക്കെയുള്ള ചരിത്രപരമായ അന്വേഷണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഐഡൻറ്റിറ്റി കൂടുതൽ റീഫെയ്ഡ് ആവുകയും, പിന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ, രണ്ട് പരസ്പരം ചേർന്ന് പോകാൻ കഴിയാത്ത രണ്ട് ഐഡൻറ്റിറ്റികളായിട്ട് മാറുകയും, ആ ഐഡൻറ്റിറ്റി, ആ ഒരു പ്രത്യേകതരം ലാംഗ്വേജ് നമ്മുടെ ഒരു പൊതുബോധത്തെ സ്വാധീനിക്കുന്ന രൂപത്തിൽ പിൽക്കാലത്ത് വളർന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഒരു വേള ഈ പിന്നെ ബോംബെയിലാണെങ്കിൽ ഈ പിന്നെ അവിടെ നടക്കുന്ന ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പിന്നെ 18-ാം നൂറ്റാണ്ടിലുണ്ടായ കലാപങ്ങൾ, അതിനെക്കുറിച്ച് ശബ്നം തേജാനി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രത്തോടൊപ്പം തന്നെ വളർന്ന് വികസിച്ചു വന്ന ഒരു തരം
ഒരു രൂപമാണ് ഇന്ത്യൻ സെക്കുലറിസത്തിനുള്ളത് എന്നുള്ളത് ശബനം തേജാനി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഗാന്ധി ഉയർന്നു വരുന്ന ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ തരം സാമൂഹികമായ മാറ്റങ്ങളുടെ ഒരു ഘട്ടത്തിലാണ്. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇത്രയും സാമൂഹികമായ മാറ്റങ്ങളുടെ അടിവേരുകളെ വളരെ കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുന്നു എന്നുള്ളത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ ആലോചിക്കുന്നത് ഉദയ് സിംഗ് മേത്ത എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഗാന്ധിയുടെ നോൺ വയലൻസിനെ കുറിച്ച് മാത്രം ഒരു പേപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പറിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത്, ഗാന്ധി വിഭാവനം ചെയ്യുന്ന നോൺ വയലൻസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ആധുനിക രാഷ്ട്രം സംഭാവന ചെയ്യുന്ന സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു നോൺ വയലൻസ് ആണ്. അതിപ്പോൾ ഹിന്ദു മുസ്ലിം സംഘടനകൾക്ക് അപ്പുറത്തുള്ള ഒരു നോൺ വയലൻസ് എന്ന സിദ്ധാന്തത്തിനപ്പുറം ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു തിയറിയെ നമ്മൾ വിവക്ഷിക്കുന്ന നേരത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്പരം ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു കയോസ് ആയിരിക്കുമെന്നും എപ്പോഴും അവിടെ ഒരു കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ള ആധുനിക പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ നിരീക്ഷണങ്ങൾക്കും വിരുദ്ധമായിട്ട് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു മോറൽ കറേജായിട്ട് അദ്ദേഹം അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഗാന്ധിയുടെ മൊറാലിറ്റി എന്ന് പറയുന്നത്, ഗാന്ധി വിഭാവനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്, അത് പിൽക്കാലത്ത് ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ രൂപം ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹം എപ്പോഴും കണ്ട ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. പരസ്പരം ആളുകൾ തമ്മിൽ സംസാരിക്കുകയും ഇടപഴകുകയും, നമുക്ക് നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ ബംഗാളിൽ ഗവർണറും അന്നത്തെ ഗവർണറും ആയിരുന്ന ആളും ഗാന്ധിയും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ ഒരു ജീവിതത്തിൻ്റെ പൊളിറ്റിക്സ് അത് വീണ്ടെടുക്കുക എന്നുള്ള അത് അല്ലാതെ കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിന് ഒരിക്കലും ഗാന്ധി വികാതെ നിന്നിട്ടില്ല എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പിൽക്കാലത്ത് ഗാന്ധി നെഹ്റുവിയൻ കൈൻഡ് ഓഫ് പൊളിറ്റിക്സിനോട് കൂടുതൽ ഒത്തുവരുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എപ്പോഴും ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട പാരസ്പര്യത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടായിത്തീരേണ്ട ഒരു സമാധാനത്തെക്കുറിച്ചും ഒരു ജീവിതത്തെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതൽ ആലോചിച്ചത്. ഒരു വേള വളരെ ചുരുക്കി പറഞ്ഞാൽ ഗാന്ധി ഒരു സ്റ്റേറ്റിനും അതീതമായ ഒരു സാമൂഹ്യ ജീവിതത്തെയാണ് എപ്പോഴും മുന്നിൽ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ വിശദമായ, നമുക്ക് പരിചിതമല്ലാത്തൊരു ഗാന്ധിയെ എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും, അത് എങ്ങനെ ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ നമ്മൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ടോറൽ പൊളിറ്റിക്സാണ്. 5 വർഷം കൂടുമ്പോൾ മാറുന്ന പൊളിറ്റിക്സ്, അതെപ്പോഴും പരസ്പരം വൈരങ്ങളെ സൃഷ്ടിക്കുന്ന രൂപങ്ങളിലേക്ക് വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകളെ എങ്ങനെ നമുക്ക് ഒരു ജീവഗന്ധിയായിട്ടുള്ള ഒരു മതേതരത്വത്തെയും ഒരു സ്നേഹലോകത്തെയും സൃഷ്ടിക്കാൻ കഴിയും എന്നൊരു ആലോചനകളിലേക്ക് ഒരു പക്ഷേ ഗാന്ധിയെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ വീണ്ടും വീണ്ടും നമ്മെ കൊണ്ടുപോകും. ആ ഒരു വീണ്ടെടുക്കലാണ് വേറൊരു നിലക്ക് പറഞ്ഞാൽ ഗാന്ധിയെ വായിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടായി വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഇനിയും ആ ഒരു രൂപത്തിലേക്ക് പോവട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ 46 മുതൽ 48 വരെയുള്ള ഗാന്ധിയുടെ ഒരു സഞ്ചാരമുണ്ട് എന്ന് പറഞ്ഞാൽ കൽക്കട്ട, നവഖലി, ബീഹാർ, വീണ്ടും കൽക്കട്ട, വീണ്ടും ഡൽഹി. ഗാന്ധിയുടെ മരണത്തിൽ ഏറ്റവും വലിയ മറ്റൊരു സങ്കടം അവശേഷിക്കുന്നത് ഗാന്ധി ഡൽഹിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ പോകാതിരിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ ഇടയിലാണ് ഗാന്ധി തുടർച്ചയായി. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ സൗത്ത് ഏഷ്യയുടെ പൊളിറ്റിക്സ് തന്നെ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പാകിസ്ഥാനിലെ മനുഷ്യർ സഹോദരരാണ്, നമ്മുടെ സഹോദരന്മാരാണ് അവിടെ ഉള്ളതെന്ന് പറയാൻ ഒരാളും ധൈര്യപ്പെടില്ല ഇന്ത്യയിൽ. തിരിച്ചവിടെയും എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് അവരെയും ധൈര്യപ്പെട്ടില്ലെന്നില്ലായിരിക്കാം നമുക്ക് ഊഹിക്കാം. ഇതുണ്ടാവില്ലായിരുന്നു. ഇത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിഭജനം നടന്നു, അത് അംഗീകരിക്കണം. പക്ഷെ അതേസമയം വിഭജനം എന്ന് പറയുന്നത് പരസ്പരം എതിർക്കാനുള്ള ഒരു ഉപാധിയല്ല എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ. അതാണ് എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഇപ്പോഴും ഒരു വലിയ തരത്തിലുള്ള ഒരു സൗത്ത് ഏഷ്യയുടെ പൊളിറ്റിക്സ് തന്നെ അത് മാറിപ്പോകുമായിരുന്നു.
രണ്ടാമത്തെ കാര്യം, ഈ അഹിംസ എന്ന് പറഞ്ഞ് അത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അഹിംസ എന്ന് പറയുന്നത് മിണ്ടായിരിക്കലാണെന്നാണ് പലരുടെയും വിചാരം. അത് വലിയ ആക്ഷനാണ്. അത് ആക്ഷനാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ മാതിരി ഒരു മോറൽ കറേജും മോറൽ സ്ട്രെങ്ത്തും ആവശ്യപ്പെടുന്ന അകത്തും പുറത്തുമുള്ള ഒരു പൊളിറ്റിക്സാണത്. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മതം എന്ന് പറയുന്നത് ഇപ്പം ഹിന്ദു ഫാസിസത്തിൽ ഹിന്ദു എന്ന് പറയുന്ന മതം വരുമ്പോൾ പലപ്പോഴും അതിനെ എതിർക്കുന്നത് മനുവാദത്തിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണിസം അല്ല, അത് കൺസർവേറ്റീവ്സാണ്. അത് സവർക്കർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുവാദം പറഞ്ഞിരുന്നാൽ മനുവാദം അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കോറാണ്, പക്ഷെ അതല്ല, അത് ഈ എക്സ്ക്ലൂസീവായി അല്ലെങ്കിൽ ആൾക്കാരെ പുറത്താക്കലാണ് മനുവാദം ചെയ്തിരുന്നത്. ദളിതം പുറത്തു പോട്ടെ, ഇവർ പോട്ടെ, മറിച്ച് എല്ലാവരും ഉള്ളിലാക്കുന്ന പൊളിറ്റിക്സാണ് ഈ ഇപ്പോഴത്തെ RSSൻ്റെ ഫാസിസ്റ്റ് ഈ വംശീയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് എല്ലാവരെ കൊണ്ടും ബ്രാഹ്മണിസത്തെ അംഗീകരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. ഇത് സവർക്കർ ഏതാണ്ട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം, ഈ ഹിന്ദുത്വം എഴുതിയതിന് ശേഷം 1924 തൊട്ട് 37 വരെ രത്നഗിരി ജില്ലയിൽ പരീക്ഷിച്ചിട്ട് കൊണ്ടുവന്ന പൊളിറ്റിക്സാണ്. അപ്പോൾ ഈ വംശീയ പൊളിറ്റിക്സിനെ ഈ ബ്രാഹ്മണിസമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കണം. കാരണം സവർക്കർക്ക് മനസ്സിലായൊരു കാര്യം, ഈ മനുവാദ പൊളിറ്റിക്സ് പറഞ്ഞിരുന്നാൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത് അങ്ങേയറ്റം ന്യൂനപക്ഷവും ഇന്ത്യയിൽ എണ്ണം കൊണ്ട്, മറിച്ച് ആ പൊളിറ്റിക്സിനെ അടിയിലെ ദളിതർ വരെ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ജാതി എന്ന് പറയുന്ന ആശയത്തെ മതത്തിലേക്ക് വികസിപ്പിക്കുകയാണ് സവർക്കർ ചെയ്തത്. അതോടുകൂടിയിട്ടാണ് ഈ മതം എന്ന് പറയുന്നൊരാശയം പ്രധാനമായിട്ട് ഹിന്ദു മണ്ഡലത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ജ്ഞാനം നമുക്ക് പ്രസരിപ്പിക്കാൻ പറ്റണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് തരത്തിൽ അഹിംസയുടെ ജ്ഞാനവും അതിലൊരു ജ്ഞാനസിദ്ധാന്തമുണ്ട്, അത് നമുക്ക് പ്രസരിപ്പിക്കാൻ പറ്റണം. കാരണം ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ സിലബസ് മാറും, മീഡിയകൾ മാറും. നമ്മുടെ ഈ പബ്ലിക് ഡൊമൈനിൽ വന്നു വീഴുന്ന എല്ലാ ജ്ഞാനവും ഫാസിസ്റ്റ് ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്ന ആലോചന വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. അത് ഗാന്ധിയിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എനിക്ക് അവസരം തന്നു. ഞാൻ കോട്ടയ്ക്കൽ ഒരിക്കൽ ഈ SSFൻ്റെ ക്യാമ്പിൽ ഓർമ്മയുണ്ട്, എനിക്ക് 12 മണി വരെ സംസാരിച്ചിട്ടുണ്ട് രാത്രി. അപ്പോൾ ആ ഓർമ്മയാണ് എനിക്കുള്ളത്. നന്ദി, സന്തോഷം.